Good evening. Good evening, ma'am. 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 Good evening. Ma'am, മറ്റേ അപ്പാരറ്റസിന്റെ റെക്കോർഡ് ബുക്ക് Good evening, ഉണ്ടായിരുന്നില്ലേ? ma'am. അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല. അതെന്തുപറ്റി സർജ? അത് ഞാൻ മാമിനോട് ചോദിച്ചിരുന്നു. അപ്പൊ ആരും ഒരാളത് എഴുതിയിട്ട് ഗ്രൂപ്പിൽ, ഞാൻ അവരുടെ ഗ്രൂപ്പിലില്ല. പക്ഷെ ക്ലാസ് റൂമിലും കൂടെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് കിട്ടിയിട്ടില്ല. ബാലൻസ് ആ ബുക്ക് മിസ് പറഞ്ഞു തന്നത് വരെ എഴുതിയിട്ടുണ്ട്. ബാലൻസ് ആണ് എനിക്ക് കിട്ടാത്തത്. ഓക്കെ ഓക്കെ, അതെന്തായാലും റെസ്പോണ്ട് ചെയ്യാം. നോ പ്രോബ്ലം. എന്തോ ഈ റിസൾട്ട് നമുക്ക് മാറ്റി വെച്ച് നിൽക്കാൻ എനിക്ക് ഇതെടുക്കണം, PDF എടുക്കണം. സ്മിത ക്ലാസ്സിൽ പറയുന്നതാണോ? ക്ലാസ്സിൽ പറഞ്ഞതാണോ? പറഞ്ഞതാണോ? അല്ലല്ല, മോനോട് പറഞ്ഞതാ. ഓക്കെ ഫൈൻ. നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഇച്ചിരി ടൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുവാണ് അല്ലേ? ലൈക്ക് MT3 മെയിൻലി എക്സാം, അതിന്റെ പിറകെ മെയിൻ എക്സാം, വൈവ എല്ലാം കൂടെ വന്നപ്പോഴേക്കും നിങ്ങൾ ആകെ ഹെഡേക്ക് ആയോ? തലവേദനയായി? എനിക്ക് തലവേദന തുടങ്ങിയിട്ട് 2 മാസമായി. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മക്കള് വെയിറ്റ് ചെയ്യാണ് വെക്കേഷന്. സോ നിങ്ങൾ ആ വെക്കേഷന് മുമ്പ് തന്നെ എല്ലാം കഴിയണം എന്നുള്ള ടൈ ആൻഡ് ടൈ. ഓക്കെ, വെക്കേഷന് മുമ്പ് തന്നെ എല്ലാം കഴിയുവാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ലൈക്ക് നമ്മള് പെരുന്നാൾ കഴിയാൻ വെയിറ്റ് ചെയ്യുന്നു, മെയിൻ എക്സാമിന് വിഷുവിനും ഈസ്റ്ററിനും മുമ്പ് എക്സാം അങ്ങ് തീരുന്നു. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വൈവ 10 മിനിറ്റ്സേ ഉള്ളൂ. 20 മിനിറ്റ്സ് ആയിരുന്നു ഫസ്റ്റ് ബാച്ചിന്. സോ ഇറ്റ്സ് ലൈക്ക് 10 മിനിറ്റ്സ് മതിയാകും, തീരില്ല അല്ലെങ്കിൽ. ഓക്കെ, ഒന്നാമത് എന്താണെന്നറിയാം മിസ്സേ, മാർച്ച് മാസം ഇയർ എൻഡിങ് ആണ്. ഓഫീസിലും ലീവ് എടുക്കാൻ നിവൃത്തിയില്ല. കുറച്ച് വർക്ക്സ് പെൻഡിങ് ഉണ്ട്. എക്സാം വൈവ പെട്ടെന്ന് വന്നു, ഓഫീസിൽ ലീവ് എടുക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ള കുറഞ്ഞ ചെറിയ ബുദ്ധിമുട്ടുകൾ അത്രേ ഉള്ളൂ. പക്ഷെ എക്സാം വേഗം കഴിയുന്നോണ്ട് കുഴപ്പമില്ല, നന്നായിരിക്കും. അതെ അതെ, കഴിയട്ടെ. കാരണം ഇനിയിപ്പം ഓൾമോസ്റ്റ് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് മോഡ്യൂളിൽ എല്ലാ പോർഷൻസും കവർ ചെയ്ത് എക്സാം എഴുതിയിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ്, ടേം എക്സാം, മോഡൽ എക്സാം. ഇനി ഒന്നും ചോദിക്കാനില്ല അതിന്ന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ മതി. കൂടുതലായിട്ടൊന്നും ചോദിക്കില്ല. പല പല കൺസേണും റിക്വസ്റ്റും, ഞങ്ങൾ വൈവയ്ക്ക് പഠിക്കണോ, ഞങ്ങൾ റെക്കോർഡ് എഴുതണോ, ഞങ്ങൾ അസൈൻമെന്റ് എഴുതണോ, സർവേ ചെയ്യണോ, എക്സാമിന് പഠിക്കണോ, ഇതിലേതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന് പറഞ്ഞു തരാമോ? ഇന്ന് കിട്ടിയ ഒരു റിക്വസ്റ്റ് ആയിരുന്നു. ആൻസർ കീ ഇടൂലേ ക്ലാസ് റൂമില് എക്സാം കഴിഞ്ഞ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കൺസേൺസ് വന്നു. ഞാൻ MT3 റെക്കോർഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എപ്പോഴാ തന്നെ? ഒരു ഒക്ടോബറിന് മുന്നേ തന്നിട്ടുണ്ട് എന്തായാലും. ഒക്ടോബറിന് മുൻപ് തന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നില്ലേ, ഞങ്ങൾക്ക് ലാസ്റ്റ് മൊമെന്റ് ആയിരുന്നു. ശരിക്കും കോഴ്സ് തീരുന്നതിന് 1 മന്ത് മുമ്പാണ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്ന്. ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യം തരണേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒക്ടോബർ 1 മുമ്പെന്ന് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് സമയത്തൊക്കെ തന്നിട്ടുണ്ടാവണം. തന്നിട്ടുണ്ട്. ആദ്യത്തെ 2 ജൂലൈ ഓഗസ്റ്റിലൊക്കെ ഞാൻ ആ 1 മന്ത് കഴിഞ്ഞപ്പോഴേ തന്നെ എനിക്ക് പിന്നെ MT4 ഒക്കെ എനിക്ക് ലേറ്റ് ആയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതേ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. MT4 MT5 ഒക്കെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് അവരെ കിട്ടിയത്. ബട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഫ്രം ദ ബിഗിനിങ് ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ റെക്കോർഡ്, സർവേ ഒക്കെ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബാച്ചിനും അതുപോലെ തന്നെ ചെയ്തിരുന്നു. ഇപ്പൊ കണ്ടോ, എക്സാം ടൈം ആവുമ്പോ എല്ലാരും കൂടെ ഓടുക. സോ വാട്ട് ഷുഡ് ഐ ഡു? വൈവയ്ക്ക് ചുമ്മാ ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞ് നമുക്ക് വൈവ നടത്തിയാൽ മതിയോ? എക്സാമിന് മുമ്പ് തീർക്കാം. രീതിയിൽ തന്നെ പോണം മാം.
അതാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് എന്ത് ചെയ്യും. ഞാൻ ആ പ്രാക്ടിക്കൽ സെഷൻ എല്ലാ സെഷനും കവർ ചെയ്യുന്ന രീതിയിലാണ് വൈവ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മോക്ക് ഇന്റർവ്യൂ കൂടെ, ഒരു സ്കൂളിൽ പോകുമ്പോൾ ഇന്റർവ്യൂ ആ ഒരു മോക്ക് ഇന്റർവ്യൂ കൂടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വൈവ വിചാരിക്കുന്നത്. പക്ഷെ അതിലേക്ക് പോവാൻ പറ്റാറില്ല എപ്പോഴും. മാം ഒരു ഞാന് കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിക്കും. മാം, മൊഡ്യൂൾ 3-ലില്ലേ നമ്മള് മറ്റേ പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറെ പോർഷൻസ് കിടക്കുന്നുണ്ടല്ലോ മാം, അതിന് ക്ലാസ് തരൂ? ഞാന് ഒരു 1.5 hours തിയറി സെഷനും മോഡ്യൂൾ 3യുടെ ഒരു സെഷനും വെക്കുന്നുണ്ട് ബിഫോർ എക്സാം. അതായത് മാം, അത് പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബേസിക് ടീച്ചിങ്ങിന്റെ കുറെ കാര്യങ്ങളാണല്ലോ അതിൽ വരുന്നത്. അപ്പൊ നമുക്ക് അതിനൊരു ക്ലാസ് കിട്ടിയാലല്ലേ നമുക്ക് ഈ പറഞ്ഞ പോലെ ലെറ്റേഴ്സിന്റെ സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറെ. അപ്പൊ നമ്മൾക്ക് അത് അറിഞ്ഞിരുന്നാൽ നമുക്ക് സ്കൂളിൽ പോകുമ്പോ കുറച്ചും അറിയണമല്ലോ. അറിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. കാരണം ഞാൻ ഫോണിറ്റിക്സ് എടുക്കാൻ വേറെ ആരെങ്കിലും ആയിരിക്കും. ഫോണിറ്റിക്സ് ഞാൻ എടുക്കില്ല. എനിക്ക് മീൻസ് ഞാൻ തന്നെ പഠിക്കാൻ. ഐ ആം നോട്ട് കോൺഫിഡന്റ് ടു ഗീവ് യു ദ ട്രെയിനിങ്. ഓക്കെ. അല്ല, ഞാനപ്പൊ അതിന് ക്ലാസ് കിട്ടുമോന്ന് ചോദിക്കായിരുന്നു. കാരണം അത് കിട്ടിയാൽ നമുക്ക് ഇപ്പൊ ഇന്റർവ്യൂവിന് പോയാലും നമ്മളോട് അവര് മോണ്ടിസോറി ബേസ്ഡ് മാത്രമല്ലല്ലോ ചോദിക്കണേ. ടീച്ചിങ് എന്നുള്ള ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ആൻസർ ചെയ്യാനും നമ്മൾ അതിന് കാപ്പബിൾ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ നിങ്ങൾക്ക് എന്തോ ഒരു സ്കിൽ ട്രെയിനിങ്ങിന്റെ എന്തോ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറയണ്ടായിരുന്നല്ലോ. അതിന്റെ കൺഫർമേഷൻ ഒന്നും വന്നില്ല ഇതുവരെ. എന്തോ ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ഈ കാര്യം ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 2 ക്ലാസ് വേണം. അപ്പൊ കമ്പൈൻഡ് ആയിരിക്കും. ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് തേർഡ്, ചിലപ്പം 4നെയും കൂടെ അതിനകത്ത് ജോയിൻ ചെയ്യിക്കും. അങ്ങനെ കമ്പൈൻഡ് ക്ലാസ് ആയിരിക്കും. എല്ലാ ബാച്ചിനും അത് പ്രൊവൈഡ് ചെയ്യും ബിഫോർ മെയിൻ എക്സാം. മിക്കവാറും ഈ മന്ത് നെക്സ്റ്റ് വീക്കിൽ എപ്പോഴെങ്കിലും ആയിരിക്കും. ആൻഡ് ഒരു പ്രാവശ്യം കൂടെ അപ്പാരറ്റസ് അതിന്റെ ഒരു ട്രെയിനിങ് കൂടെ ഉണ്ടാവും ഓൺലൈനായിട്ട്. ആൻഡ് അതിലെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. പോറിങ്, ഫില്ലിങ്, അതൊക്കെ നമ്മൾ ഒന്നും പറയാനില്ലല്ലോ. ഡെമോൺസ്ട്രേഷൻ ഒക്കെ തന്നെ ചെയ്യണം. അത് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. ലൈഫ് സ്കിൽസ് ആണ്. നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിച്ചു നോക്കാം. ഒരു ഡൗട്ടോട് ചോദിച്ചോട്ടെ മിസ്? അന്ന് നമ്മുടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പോ കുറേ പേരായിട്ട് ചോദിക്കുന്നുണ്ട് ആ ഐറ്റംസിന്റെ ലിസ്റ്റ് ഉണ്ടോ, അത് എന്തൊക്കെ ഐറ്റംസ് ആണ് എന്ന് പറഞ്ഞ് കുറേ പേര്. ശില്പയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഇത് മെയിനായിട്ട് ഞാൻ പറയാം. വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ്, കളർ റീഡിംഗ് കാർഡ്സ്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഇത് എന്തായാലും ഉണ്ടായിരിക്കണം. ഷേപ്സോ മാം? അന്ന് ഷേപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒന്നുകൂടെ പറയാമോ മാം? പറയാം. വേർഡ് റീഡിംഗ് കാർഡ്സ് എവിടെ എടുത്തിട്ടുണ്ടായിരുന്നു? കുട്ടികൾക്ക് ഫെമിലർ ആയിട്ടുള്ള വേർഡ് ഞാൻ ചെയ്ത വേർഡ് ഇച്ചിരി വലുതായി പോയി. ചെറിയ 3 letter വേർഡ്സ് കുറച്ച്, 4 letter വേർഡ്സ് കുറച്ച്, ആ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്ക് ഫെമിലർ ആയിട്ടുള്ളത് വേർഡ് റീഡിംഗ് കാർഡ്സ്. ഇതന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആരോ എന്നോട് ചോദിച്ചു ഇതിന്റെ ബാക്കിൽ അതിന്റെ പിക്ചറും കൂടെ ഒട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ബട്ട് നമുക്ക് ഓൾറെഡി പിക്ചർ റീഡിംഗ് കാർഡ്സ് ഉണ്ട്. പിക്ചർ റീഡിംഗ് കാർഡ്സ് ഇങ്ങനെ ചെയ്യാം. അതുപോലെ പിന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, പിന്നെ കളർ റീഡിംഗ് കാർഡ്സ്. എന്തെങ്കിലും ഒരു ഷേപ്പ് വരയ്ക്കുക, കളർ കൊടുക്കുക, ആ കളർ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതിനൊരു കോൺട്രാസ്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഈ കളർ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റുള്ളൂ. ആരോ ഈ സെയിം സംഭവം ക്ലോത്ത് വെച്ച് ചെയ്തു. ആ കളറിലെ ക്ലോത്ത് ഇങ്ങനെ പല ഷേപ്പിൽ വെട്ടിയിട്ട് ഒട്ടിച്ചു. അങ്ങനെ ആരോ കാണിച്ചു ഏതോ ഒരു ക്ലാസ്സിൽ. പിക്ചർ റീഡിങ്ങിന്റെ ഒന്നോടെ ഒന്ന് കാണിക്കാവോ? ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്. പിക്ചർ റീഡിങ് ഫെമിലർ ആയിട്ട് അത് വെച്ചിട്ട് അതിന്റെ ആ ഒരു വേർഡ് വരണം. അപ്പോൾ ഇതെല്ലാം മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. ഞാൻ ഇത് പറയാൻ കാരണം നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. ബാക്കിയുള്ളതൊന്നും നമുക്ക് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. ഇത് മാത്രം ഉണ്ടായാൽ തന്നെ ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ഇതിലെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ വെരി മച്ച് സാറ്റിസ്ഫൈഡ്. വേറെ നിങ്ങൾ പിങ്ക് കവർ കാർഡ് മിസ് കാണിച്ചില്ലേ? അതൊന്ന് കാണിച്ചു തരാമോ? ഞാൻ കണ്ടില്ല, ഞാൻ നെറ്റ് ഒന്ന് പെട്ടെന്ന് പോയി. കളറിന്റെ എന്തോ കാർഡ്
എന്തെങ്കിലും ഒരു ഷേപ്പ് വരച്ചിട്ട് ഇങ്ങനെ തന്നെ വേണമെന്നില്ല, സർക്കിള് വരയ്ക്കാം, ട്രയാങ്കിള് വരയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഷേപ്പ് വരയ്ക്കാം. അതിലൊന്ന് കളറ്, ഞാൻ അതിൽ കളർ ഫില്ല് ചെയ്തു. അതാ ഞാൻ ചെയ്തത്. ഞാൻ ചുമ്മാ ഒരു ഷേപ്പ് വരച്ചിട്ട് കളർ അങ്ങ് ഫില്ല് ചെയ്തു. അതാ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ആരോ കളർ ക്ലോത്ത് പല ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു. ഇതും നല്ലൊരു ടെക്നിക് തന്നെയാണ്. ഇത്രയും മാം നമ്മൾ കാര്യങ്ങൾ കളറിംഗ് ബോക്സ് ചെയ്തില്ലായിരുന്നോ? കളറിംഗ് ബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ ചെയ്താൽ മതിയോ? കളർ ടാബ്ലറ്റ്സ് ചെയ്ത പോലെ, കളർ ടാബ്ലറ്റ്സിന്റെ കളറിംഗ് ബോക്സ് പോലെ ചെയ്തു. മിസ് പറഞ്ഞിട്ട്, അപർണ മിസ് പറഞ്ഞിട്ടല്ലേ? യാ മാം, യാ. ഇത് മോൾക്ക് കുറച്ച് കാർഡ്, പിക്ചർ കാർഡുകൾ ഉണ്ട്. കാണിച്ചു തരാം മിസ്. ഇങ്ങനത്തെ കാർഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ലല്ലോ. റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? ആദ്യം ഒന്ന് കണ്ടു വീഡിയോ, പിന്നെ അങ്ങ് പോയി. കാണുന്നില്ല വീഡിയോ, എനിക്ക് കാണുന്നില്ല. വേറെ ആർക്കെങ്കിലും കാണാമോ? ഇല്ല മിസ്സേ, കാണാനില്ല. ഇല്ല മിസ്സേ, കാണുന്നില്ല. ഇപ്പൊ കാണാം. യെസ്, അഖില കുഴപ്പമില്ല. അതെയോ? ഇങ്ങനത്തെ ആൾക്ക് കുറച്ച് കാർഡുകൾ ഉണ്ട്, പല ആനിമൽസിന്റെയും കാർഡുകളായിട്ട്. അങ്ങനെ ആനിമൽസ്, പിന്നെ വെഹിക്കിൾസ്, അങ്ങനെ ഇതുണ്ട്, റിലേഷൻ ഒക്കെ ആയിട്ട്. നമുക്ക് യൂസ് ചെയ്തൂടെ? വാങ്ങുന്നല്ലേ, നമ്മൾ ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞത്. അല്ല, ഇങ്ങനത്തെ മോഡൽ അല്ലേന്ന് ചോദിക്കുന്നത്. ഓക്കെ. മതി. പിന്നെ അപ്പൊ ഇതെന്തായാലും കയ്യിൽ വേണം. വേറെ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് യാതൊരു വിഷമവുമില്ല. വേറെ നിങ്ങൾ പതുക്കെ ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ ഈ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണ്ടിസോറി മെറ്റീരിയൽസ് ആയതുകൊണ്ടാണ്. പ്രത്യേകിച്ച് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. പലരും ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പം ഇത് കുട്ടികൾക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു എന്ന് നിങ്ങളുടെ തന്നെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഫോം ഷീറ്റ് ഉപയോഗിച്ചൂടെ, അതാകുമ്പോൾ കാണാൻ നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചു. ബട്ട് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ആണ്. സോ പ്ലീസ് ഡു. പിന്നെ ഞാൻ എന്താ പറയാ, സ്ട്രെസ് ചെയ്യിക്കല്ല, ധൃതി പിടിച്ചിട്ട് ഞാൻ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതൊന്നും വിചാരിക്കണ്ട. 2 or 3 ലെറ്റർ തൽക്കാലം ചെയ്യുക. പിന്നെ കുറെ സെറ്റ്സ് പിന്നീട് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക ഫോർ ദ വൈവ. ഞാൻ അങ്ങനെ ഒരു കൺസിഡറേഷൻ തരുന്നു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഞാൻ ചെയ്ത ആൽഫബറ്റ്സ് സ്കൂളിലെ ടീച്ചിങ്ങിന്റെ പ്രാക്ടീസിന് പോയ സമയത്ത് അവിടുത്തെ LKGന്റെ മിസ്സിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ചു. ഒരു ഹെൽപ്പ് അല്ലേ ഇത്, തന്നിട്ട് പോകും. എനിക്കാണെങ്കിൽ കൊടുക്കാതെ പോരാടിന്റെ കരുത്തില്ല, ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ വേറെ ഉണ്ടാക്കി. ഓക്കെ, കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമ്മുടെ മിക്കവരും ടീച്ചിങ് പ്രാക്ടീസിന് പോയെടുത്ത് അവര് അതെല്ലാം വാങ്ങി വെച്ചു. ദാറ്റ്സ് വെരി പോസിറ്റീവ്. അപ്പൊ അത്രയും അവർക്കത് നല്ല എഫക്റ്റീവ് ആണെന്ന് തോന്നിയത് കൊണ്ടല്ലേ അവര് വാങ്ങിച്ചു വെച്ചത്. അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നിട്ട് ഞാൻ ആൽഫബറ്റ്സ് വേറെ ഉണ്ടാക്കി. ഇനി നമ്പേഴ്സ് ചെയ്യണം. ഞാൻ ആൽഫബറ്റ്സ് പിന്നെ വേറെ തന്നെ ഉണ്ടാക്കി, അവർക്ക് കൊടുത്തതിന് ശേഷം വേറെ ഉണ്ടാക്കി. മൈ ഹംബിൾ റിക്വസ്റ്റ്, MT5 MT4 ഉണ്ടല്ലോ ഇവിടെ. നമ്മുടെ MT3-കാരുടെ എക്സാംസ് ഇങ്ങനെ അടുത്ത് വരും. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും കൺസേൺസും ഡൗട്ട്സും. സോ പ്ലീസ് എക്സ്ക്യൂസ്. ഓക്കെ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. MT5-കാരോടെ വേർഡ് റീഡിംഗ് കാർഡും കളർ റീഡിംഗ് കാർഡും പറഞ്ഞിട്ടില്ല. പക്ഷെ കളറിംഗ് ബോക്സും പിന്നെ നമ്മൾ ഫ്ലാഷ് കാർഡ്സ് ആണ് പറഞ്ഞിരുന്നത്. ഓക്കെ ഫൈൻ, നിങ്ങൾ ഇത് ചെയ്തോളൂ. വളരെ ഈസിയാണ്, ലോ കോസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ അത് ഒന്നുകൂടെ കാണിക്കാം. കുറച്ച് പേര് ഞങ്ങള് ഇത് പറയാത്തതുകൊണ്ട് ചെയ്തു വെച്ചിട്ടില്ല. നമ്മൾ കളറിംഗ് ബോക്സ് ചെയ്തിട്ടുണ്ട്, ഫ്ലാഷ് കാർഡ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. മാം പറഞ്ഞതല്ലേ, മിസ് പറഞ്ഞത് നല്ലത് തന്നെയാണ്. ഞാൻ ഇത് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തെന്ന് വെച്ചാൽ വലിയ കോസ്റ്റ് അത്. പിന്നെ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഞാൻ സോക്സ് കൊണ്ടൊരു സ്നേക്കിനെ ഉണ്ടാക്കുന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു ക്ലാസ്സിൽ. ഇഫ് യു ക്യാൻ ഡു, യു ക്യാൻ ഡു. ലൈക്ക് നമ്മളെ നറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനനുസരിച്ച് മാസ്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, അല്ലേ? മാസ്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഏത് സ്റ്റോറിയാ സെലക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിലെ ക്യാരക്ടേഴ്സിനനുസരിച്ച് മാസ്ക് ഉണ്ടാക്കുക. അത് പ്ലക്കാർഡ്സ് പോലെ കയ്യിൽ പിടിക്കുന്ന മാസ്ക് ആകാം, ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുന്ന ടൈപ്പ് ആകാം. ദാറ്റ്സ് അപ് ടു യു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. അതിൽ കൂടുതലൊന്നുമായിട്ട് പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് തന്നെ തോന്നുന്നതാണ്. നമ്മൾ
ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഇതുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നും പറഞ്ഞ് പിന്നെ നമ്മുടെ ട്രെയിനീസ് ഓരോന്നോരോന്നായി ഉണ്ടാക്കുന്നതാ. ഇറ്റ്സ് നോട്ട് അക്കോർഡിംഗ് ടു മൈ ഇൻസ്ട്രക്ഷൻസ്. ഞാൻ പറയുന്ന അനുസരിച്ച് ചെയ്തതല്ല പലതും. ചിലരുടെയൊക്കെ ഒരു റൂം നിറയെ ഈ മെറ്റീരിയൽസ് വൈവയ്ക്ക് എന്നെ കാണിച്ചു തന്നതാ. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സസ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. യെസ് മാം, അതെ, നമ്മൾക്ക് ഈ സ്ക്വയർ ക്യൂബ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് കാർഡ്ബോർഡിൽ ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ? നമ്മൾ മരത്തിൽ വുഡൻ തന്നെ ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, ഉടൻ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പ് അടുത്തുണ്ട്, അവര് വെറുതെ കളയണതായിരിക്കുമല്ലോ. അങ്ങനെ കിട്ടുവാണെങ്കിൽ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ റിയൽ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇപ്പൊ വൈവയ്ക്ക് മുന്നേ ചെയ്തു വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലല്ലോ. ഞാൻ ഒന്നും ചെയ്തു വെക്കാൻ ഇങ്ങനെ നിർബന്ധം പറഞ്ഞിട്ടില്ല. ബട്ട് ഈ മെറ്റീരിയൽസ് ഞാൻ ഫ്രം ദ ബിഗിനിങ് തുടങ്ങി ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നു ടീച്ചിങ് പ്രാക്ടീസിന് മുമ്പ്. അപ്പൊ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് മാത്രമാണ് ഞാൻ അതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാം, അതൊക്കെ അന്നേ ചെയ്തിരുന്നു. ഇപ്പം ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്യൂ. കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സാൻഡ് പേപ്പർ ലെറ്ററിന്റെ ഒരു ലെറ്റർ കണ്ടാൽ ഞാൻ അവിടെ മാർക്ക് ഇട്ടു. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി. നമ്പറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാം, അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. ആ ഒരു ടൈമിൽ എല്ലാ ഇങ്ങനെ ചെയ്തിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് പറയാതിരുന്നിട്ടില്ല. മിക്ക ക്ലാസ്സിലും വരുമ്പോ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ നിങ്ങൾക്ക് തന്നെ അതിന്റെ എഫക്റ്റീവ്നെസ് മനസ്സിലായിട്ടുണ്ടാവും. യെസ് മാം. പക്ഷെ ഒരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അവരിങ്ങനെ കയ്യിലിട്ട് വരച്ചോണ്ടിരിക്കുമല്ലോ. പിറ്റത്തെ ദിവസം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്റെ കൈൻ്റെ കൂടെയൊക്കെ തരിതരിയായിട്ട് തൊലി പോയി. അവർ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഇട്ട് ഒരക്കരുത് എന്ന് പറഞ്ഞില്ല. പക്ഷെ നല്ല സുഖമാണ്. പക്ഷെ ഒരച്ചൊരച്ച് മൂപ്പരെ കൈന്റെ ഒരം പോലെ ആയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യണ്ട, പതുക്കെ ചെയ്താൽ മതി. പറയും നല്ല ഒരയ്ക്കുമ്പോ നല്ല രസമുണ്ടെന്ന്, അതിലിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴേ. ടെൻഡർ അല്ലേ, സ്കിൻ ഭയങ്കര സോഫ്റ്റ് അല്ലേ. അങ്ങനെ ചെയ്ത് അത് തഴമ്പായിക്കോളും. ഓക്കെ, സോ കം ബാക്ക് ടു അവർ ലെസൺ. പ്രേയർ ഒന്നും വന്നില്ലല്ലോ. മിസ് ബട്ടറിംഗ് ഫ്രെയിം ഇല്ലേ, അതാണ് ഞാൻ കാണിച്ചിരുന്നില്ലേ നമ്മുടെ ഷൂലേസിന്റെ. അത് തന്നെ മറ്റേ ക്ലോത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ലോത്തിൽ നമുക്ക് നമ്മുടെ അപ്പാരറ്റസിന്റെ അത്രയും സൈസിൽ നമുക്ക് അങ്ങനെ കിട്ടിയില്ല. നമ്മൾ വേറൊരിടത്ത് പറഞ്ഞ ചെയ്യിപ്പിച്ചത്. അപ്പൊ അതിന് സൈസ് കുറഞ്ഞു. മറ്റേ വെൽക്രോ, പിന്നെ ബട്ടൺ, പിന്നെ മറ്റേ ക്ലിപ്പ് പോലെ ഇടുന്ന ആ ഒരു ഇത്, പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, സിബ്. ഇത്ര ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് ആ മെറ്റീരിയലിന്റെ തുണിയുടെ സൈസ് വളരെ കുറച്ചായിട്ട് അവര് കുട്ടികൾ ചെയ്യുമ്പോ അവർക്ക് കുറച്ച് സമയം അത് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടോ? മീൻസ് അങ്ങനെയല്ല, ജസ്റ്റ് ബട്ടണൊക്കെ എത്ര ഉണ്ടാവും? ബട്ടൺ 4-5 ഉണ്ട്. അത്രയും സൈസിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പക്ഷെ തുണി അവർ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബട്ടണിന്റെ ഒക്കെ ഓക്കെയാണ്, വലിയ സൈസിലാണ്. പക്ഷെ വെൽക്രോ ഒക്കെ വന്നപ്പോൾ അവർ സൈസ് നന്നായി കുറച്ചു. വെൽക്രോ അവർക്ക് അങ്ങനെ അടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവർ മെറ്റീരിയലിന്റെ സൈസ് കുറച്ചു. നല്ല വലിയ വെൽക്രോ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഫോട്ടോ ഫ്രെയിമിന്റെ ഒക്കെ പോലത്തെ ചെറിയൊരു ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്ത് നോക്കിയിട്ട് കുഴപ്പമില്ല, അത് വിട്ടു പോരുന്നില്ല. നമുക്ക് ആ സൈഡിൽ അഡ്ജസ്റ്റ്മെന്റിൽ വെക്കാൻ പറ്റുന്നുണ്ട്. ബട്ടണിംഗ് ഫ്രെയിം ഒക്കെ കമ്പൽസറി ആണോ വൈവയ്ക്ക്? കമ്പൽസറി എന്നല്ല, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ ചെയ്തു നോക്കുന്നത് നല്ലതാ. പിന്നെ അതൊരു ലൈഫ് സ്കിൽ ട്രെയിനിങ്ങും കൂടിയാണ് ബട്ടണിങ് എന്നൊക്കെ പറയാം, ബട്ടണിങ്, സിപ്പ്. അപ്പൊ അത് നമ്മൾക്ക് വീട്ടിലെ കുട്ടികളെ കൊണ്ടും പ്രാക്ടീസ് ചെയ്യിക്കാം, സ്കൂളിൽ പോകുമ്പോഴും ചെയ്യിക്കാം. ജോബിന് പോകുന്നോണ്ട് എല്ലാത്തിനും കൂടി നേരം കിട്ടുന്നില്ല, അതാണ് സത്യത്തില്. അതുകൊണ്ട് ചോദിച്ചത് വൈവയ്ക്ക് കമ്പൽസറി ആയിട്ടുള്ളത് ഏതാന്ന്. ഞാനിപ്പോ പറഞ്ഞ ലാംഗ്വേജ് ഏരിയയില പിക്ചർ റീഡിംഗ് കാർഡ്സ്, വേർഡ് റീഡിംഗ് കാർഡ്സ്, കളർ റീഡിംഗ് കാർഡ്സ്, പിന്നെ അതുപോലെ തന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, അത് തീർച്ചയായിട്ടും വേണം. ഓക്കെ മിസ്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റാറില്ലേ? പോയിട്ടില്ല. MT4 ആണോ 5 ആണോ? 5 സമയമുണ്ടല്ലോ. അത് ഒരു 30 മിനിറ്റ്സ് ഇതിനു വേണ്ടി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ മിക്കപ്പോഴും ക്ലാസ്സിൽ പല ബാച്ചിലും ചോദിച്ചിട്ടുണ്ട്.
നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ വി ഹാവ് സം കമ്മിറ്റ്മെന്റ്സ് ടു ദ കോഴ്സ് അല്ലെ, അതിനോടൊരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടല്ലോ. ചുമ്മാ നമുക്ക് അങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്താ ഒരു ബെനിഫിറ്റ് എന്നും കൂടെ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. കാരണം നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പം ആ കോഴ്സ് എന്താന്ന് അറിയണം. പിന്നെ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ നമ്മളുടെ കോഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി? മറിയ മോണ്ടിസോറിയുടെ എയിം തന്നെ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ബീയിങ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. നോട്ട് റെസ്പോൺസിബിലിറ്റി എന്നുള്ള വേർഡിനേക്കാളും അവിടെ ഏറ്റവും ആപ്റ്റ് അക്കൗണ്ടബിലിറ്റി എന്നാണ്. എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ടു പേഴ്സൺ ഓർ സംതിങ്, എനി ആക്ടിവിറ്റി. അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. വെറും റെസ്പോൺസിബിലിറ്റി അല്ല, നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ദാറ്റ് ഇസ്. അപ്പൊ അത് നമ്മൾക്ക് ലൈഫ് ലോങ് നമ്മൾ ഈ ജോബ് ചെയ്യുമ്പോൾ അത് നമ്മളിൽ നിക്ഷിപ്തമാണ്, നമ്മളിൽ ആ ഒരു കാര്യമാണ്. അപ്പം ആ കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്തെടുക്കുന്നത് നമ്മളാ. നമ്മൾക്കൊരു പിഴവ് എവിടെയെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലേക്ക് പോകേണ്ട ആ ഒരു കുഞ്ഞ് കുട്ടി അഡൾട്ടായി മാറുമ്പോൾ എവിടെയെങ്കിലൊക്കെ അതിനൊരു ഡിഫോർമേഷൻ സംഭവിച്ചു പോകും. സോ ഡെഫിനറ്റ്ലി നിങ്ങളത് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളുടെ കമ്മിറ്റ്മെന്റ്, ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് സീരിയസ് ആയി തന്നെ അത് എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ അഡൾട്ട് അല്ലെങ്കിൽ അഡോളസൻ ഗ്രൂപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള്. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആ ഒരു ഏജിൽപ്പെട്ട കുട്ടികള് ഓൾമോസ്റ്റ് ഒരു 30-40 ഇയേഴ്സ് വരെയും അവരുടെ ലൈഫ് സ്പാൻ അതോടുകൂടി തീരും. പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല, ഇമാജിനേഷൻ ഇല്ലാത്ത, ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത, നശിച്ചു പോകുന്ന ഒരു ജനറേഷന്റെ ഒരു ഗ്രൂപ്പ് ഈ ഒരു ടൈമിലുണ്ട്. അപ്പൊ നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് ഇനി വരുന്ന കുഞ്ഞുങ്ങളെ അവരെ അതാക്കാതെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കുറെ ഞാൻ ചില ക്ലാസ്സുകളിലൊക്കെ ഷെയർ ചെയ്തിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ കുറെ ഡെലിഗേറ്റ്സ് പല ഏരിയയിൽ നിന്നുള്ള ആൾക്കാർ വരുന്ന ഒരു ഓപ്പൺ ഫോറത്തിൽ ഡിസ്കഷന് പോകാനായിട്ടൊരു ചാൻസ് കിട്ടിയിരുന്നു. അവിടെ ലാസ്റ്റ് എന്ത് പ്രോഗ്രാമിനും ഒരു ഡിസ്കഷന് ശേഷം ഒരു കൺക്ലൂഷൻ ഉണ്ടാവുമല്ലോ. കൺക്ലൂഷനിൽ വന്ന പോയിന്റ്സ് എല്ലാം തന്നെ മോണ്ടിസോറി മെത്തേഡായിരുന്നു. അവർ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുകയല്ല ചെയ്തത്. അവര് കൺക്ലൂഷനിൽ ഉരുത്തിരിഞ്ഞു വന്ന എല്ലാ ആശയങ്ങളും എന്തെല്ലാം ചെയ്യണം എന്നാലാണ് നമുക്ക് ഇനിയുള്ള ജനറേഷനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞത് മുഴുവനും നമ്മുടെ ഈ മെത്തേഡിനകത്തുള്ള ഓരോ കാര്യങ്ങളായിരുന്നു. കുട്ടികളെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക, അവരെ ലൈഫ് സ്കിൽ ട്രെയിനിങ് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അവര് പോകുന്ന 3 ഏരിയകളിൽ അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നമ്മളെ പോലുള്ള മെന്റേഴ്സ് വേണം. അതായത് വീട്, സൊസൈറ്റി, സ്കൂള്, ഇതൊന്നും ഞാൻ അവിടെ പറഞ്ഞതല്ല, അവര് ഡിസ്കഷന് ശേഷം കൺക്ലൂഡ് ചെയ്ത കാര്യങ്ങളാ. എനിക്കതൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. കാരണം ഞാൻ കുറെ പേരെ മോൾഡ് ചെയ്യുന്നുണ്ടല്ലോ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളൊക്കെ നാളെ ചെന്ന് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള എവിടെയെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോ എനിക്ക് എന്റെ വീട്ടിലെ ഈ ഒരു റൂമിലിരുന്ന് ഞാൻ ചെയ്ത ഒരു സർവീസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പൊ യു പീപ്പിൾ ക്യാൻ ഓൾസോ ഡു ദ സെയിം ഫോർ എ ബിഗ് ഗ്രൂപ്പ് അല്ലെ. വലിയ ഇത്രയുമുള്ള കുട്ടികൾ വരുന്നവരെ നിങ്ങളുടെ കയ്യിൽ, അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ആ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്ന ദിവസം വൈവേടെ അന്ന് ഞാൻ മനസ്സിലാക്കും ആരൊക്കെയാണ് ഇതിന് കേപ്പബിൾ എന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വൈവ നടത്തുന്നത്. വേറെ ഒന്നിനുമല്ല, ആരെയും പേടിപ്പിക്കാനൊന്നുമല്ല ഞാൻ വൈവ നടത്തുന്നത്. എനിക്ക് മനസ്സിലാകണം ആരൊക്കെ അത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഐ ഫെൽറ്റ് മെനി ബാഡ് ഇംപ്രഷൻസ് ഫ്രം ദ ട്രെയിനീസ്. കുറച്ച് പേരുടെ അടുത്തുനിന്ന് എനിക്ക് ചില ബാഡ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടി. അതുകൊണ്ടാണ് ഒരാളോട് ഞാൻ തുറന്നു ചോദിച്ചു, ഒരാളല്ല 2 പേരോട് ഞാൻ തുറന്നു ചോദിച്ചു. പിന്നെ ഞാനങ്ങ് ഡെസ്പായി. എനിക്ക് പിന്നെ ഭയങ്കര തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി, ഉറക്കമില്ലാണ്ടായി ഇതൊക്കെ കൂടെ ആലോചിച്ചിട്ട്. അവസാനം എനിക്ക് ഇൻസോംനിയ വരുമെന്ന് തന്നെ എനിക്ക് പേടിയായി. ഉറക്കമില്ലാതെ ഞാനിങ്ങനെ നടക്കുമായിരുന്നു വീട്ടിലൂടെ 2-3 ദിവസം. എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈൻ കോഴ്സാണ്, ലൈഫ് ലേണിംഗ് പ്രോഗ്രാമാണ്, ചുമ്മാ ഒരു ജോലി കിട്ടാനുള്ള കോഴ്സ് അല്ല. ഓക്കെ, സോ ഫൈൻ. നിങ്ങളൊരു മിസ്സേ ഞാനൊക്കെ
ഞാൻ ഒരു വയസ്സ് തൊട്ട് 6 വയസ്സുള്ള ഒറ്റ പിള്ളേരും വെറുതെ വിടുന്നില്ല. എല്ലാത്തിനും മോണ്ടിസോറിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അയലോക്കത്തും കുടുംബത്തിലും എല്ലാം ഞാനിങ്ങനെ എല്ലാത്തിനും പിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു മോണ്ടിസോറി സ്കൂളിലൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് പറ്റുന്നവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്. എല്ലാവരോടും ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് മാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമുക്കിപ്പോ ഇതിലേക്ക് പോവാം. നമ്മളുടെ PG സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, അതിലെ പ്രാക്ടിക്കൽ സെഷൻ സെമിനാർ ആണ്. സോ ഇപ്പൊ ഈ ഒരു ലെസൺ ഇങ്ങനെ പോട്ടെ. നെക്സ്റ്റ് ലെസണിലെ ടോപ്പിക് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നാളെ കൊണ്ടുവരാം. നിങ്ങൾക്ക് ക്ലാസ് റൂമിന്റെ സെമിനാർ ഒരു 5 minutes ഒക്കെ എടുക്കാവുന്ന രീതിയിലാട്ടോ ഞാൻ ടോപ്പിക് സ്പ്ലിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്കൊരു പ്രസന്റേഷൻ ഉള്ള ഒരു അവസരം കിട്ടും ക്ലാസ്സിൽ വരുന്നവർക്ക്. ഈ വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ട്, ഓഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വിഷമമുള്ളവര് അത് ഒരു സെമിനാർ റിപ്പോർട്ട് പോലെയോ അസൈൻമെന്റ് പോലെയോ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതൊന്ന് എഴുതി കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അതൊന്ന് പ്രസന്റ് ചെയ്യാനല്ല, അതിനെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാനുള്ള ഒരു അവസരം തരാം. നോക്കാം, നമുക്കത് നോക്കാം. ബട്ട് സെമിനാർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. നമ്മളുടെ ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് സെമിനാർ എടുക്കുക എന്നുള്ളത്. മാക്സിമം അത് ട്രൈ ചെയ്യൂ. അങ്ങനെ നമ്മൾ ഒരു റെസിപ്രോക്കൽ ഹെൽപ്പ് മോണ്ടിസോറി മെത്തേഡിലുള്ളതാണല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ, കാരണം എന്നേക്കാൾ നന്നായിട്ട് ചില കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്നവർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അത് നമ്മൾ കണ്ടതാ PG ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. അപ്പൊ എനിക്കും അത് ഹെൽപ്ഫുൾ ആവും, കുറെ കാര്യങ്ങൾ മനസ്സിലാവും, നമുക്ക് ഒരുമിച്ച് അത് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ലെസണിന്റെ ഞാൻ അങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. പിന്നെ എന്താ പറയാ, വേറെ വിഷമങ്ങളൊന്നും വിചാരിക്കേണ്ട. എല്ലാവർക്കും നല്ലപോലെ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഉള്ളിൽ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കായിട്ട് തരുമോ ഓരോ ടോപ്പിക്കും? അങ്ങനെ തരണോ അതോ തന്നെ സെലക്ട് ചെയ്യോ? ഏതാ താല്പര്യം? മിസ് തന്നാ മതി മിസ്, അല്ലെങ്കിൽ പിന്നെ എല്ലാരും മിസ് തരുന്നത് നല്ലത്. ഓക്കെ, ഞാൻ MT4നോടും MT5നോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് MT1 ആൻഡ് MT3ക്ക് കൊടുക്കാം. കാരണം അവരുടെ ഏപ്രിലിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടേണ്ടതാണ്. ഓക്കെ അല്ലേ? ഓക്കെ മാം. നമുക്ക് ഏപ്രിൽ കഴിയും, PG കഴിയും. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പതുക്കെ ഏപ്രിലില് കോഴ്സ് കഴിയോ? തീർച്ചയായിട്ടും അതിനുള്ള ഓട്ടപ്പാച്ചിലല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. PGD ആണോ നിങ്ങൾക്ക്? മറ്റേ മോഡ്യൂൾ 1ലെ 1 or 2 ചാപ്റ്ററിന് കിട്ടാണ്ട് അല്ലെ? ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കത് ഷെയർ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അതിനിടയ്ക്ക് ഓരോ എക്സാം വരുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ കാര്യം അങ്ങ് വിട്ടുപോകും. അതൊന്ന് ഇമേജ് എടുത്തിട്ട് ഷെയർ ചെയ്താൽ മതി. അതിനുള്ള സമയം കിട്ടുന്നില്ല. പിന്നെ ബാച്ചസും ഉണ്ടല്ലോ സിജി, പറയുന്ന 11 വരെയും ബാച്ച് ഉണ്ട്. ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം, അങ്ങനെ കൺഫ്യൂഷൻ. അവസാനം ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ അവരോട് ചോദിച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്തൊക്കെ കിട്ടി എന്തൊക്കെ കിട്ടിയില്ല എന്ന്. നമുക്ക് 11 വരെയും ബാച്ച് ഉണ്ട്. ഞാൻ ചോദിച്ചതേ ഉള്ളൂ, കാരണം കഴിഞ്ഞു പോവാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് വരുമ്പോ നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുമ്പോ നമ്മള് എന്താണ് ഒന്ന് അറ്റൻഡ് ഒന്ന് ചെയ്യുവാണെങ്കിൽ നമ്മളൊന്നൊരു റിവിഷൻ തീരും. അതുകൊണ്ട് ചോദിച്ചതേ. ഞാൻ അല്ലെങ്കിലും ആകെ ഫുള്ളാണ്. ഏതൊക്കെ നിങ്ങളുടെ ബാച്ചിൽ ആരോടെങ്കിലും ചോദിച്ചോ ഏതൊക്കെയാ ഞാൻ തരാത്തേന്ന്? നിങ്ങളുടെ ബാച്ചിൽ ചോദിച്ചിട്ടാന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ബാച്ചിലും ചോദിച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഫൈൻ. സോ നമ്മൾ എവിടം വരെയായിരുന്നു? ഈ കാണുന്ന ഭാഗമാണോ? മിസ്സേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിക്കൂ. പിന്നെ നമുക്ക് ഇപ്പൊ ഓരോ സബ്ജക്ട് ബേസ് ആയിട്ടാണോ വൈവ വരുന്നത്? അതായത് ഇംഗ്ലീഷിന് അത് ഓരോ മൊഡ്യൂൾ അങ്ങനെ ബേസ് ചെയ്താണോ വൈവ വരുന്നത്, അതോ എല്ലാത്തിനും ചേർത്ത് ഒരു വൈവയാണോ ഉണ്ടാവുന്നത്? ലിൻഡിയാണോ? ലുദിയ. എന്തായി ഹണിമൂൺ ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ലുദിയ ഭയങ്കര അപ്ഡേറ്റഡ് ആയ ആളായിരുന്നു. അപ് ടു ഡേറ്റ് ആയിരുന്നു. കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് പഠിച്ചു തീർത്തോളാം ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ മൊത്തം ക്ലാസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു, എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാം അപ്ഡേറ്റ് ആണ്. അസൈൻമെന്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈവില് മാത്രം വരാൻ പറ്റാതെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ലുദിയ എല്ലാരോടും നിങ്ങളുടെ പ്രാക്ടിക്കൽ സെക്ഷന്റെ സ്പ്ലിറ്റ് അറിയാലോ? മാം അതിലൊരു ഡൗട്ട് ഉണ്ട് മാം. ഇന്നിപ്പോ ഫോം വന്നിരുന്നു, അത് ഫില്ല് ചെയ്തു. അപ്പൊ നമ്മള് ടൈമിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ അത് ടൈമിംഗ് അവർക്ക് അത് കിട്ടിയിട്ടുണ്ടോ, നമുക്ക് ആ ടൈമിൽ തന്നെ നമ്മളെ വിളിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഡൗട്ട്. ചിലര് പറയുന്നു അവർക്ക് എന്തോ വ്യൂ സ്കോർ വരുന്നുണ്ട്,
അപ്പൊ അത് നോക്കുമ്പോ അതില് ലൈക്ക് ആൻസർ ചെയ്യുന്ന പോലെ ഇൻറ്റു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതോ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ അത് റിജോ ആയിട്ട് കൺഫേം ചെയ്തു. വ്യൂ സ്കോർ എന്നുള്ളത് എന്താണ് റിജോ മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ക്രോസ് വരുന്നതെന്ന് പറഞ്ഞു. നിങ്ങളത് സബ്മിറ്റ് ചെയ്തതെല്ലാം സബ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട്, അതാണ് രീതി. അതായത് ഏറ്റവും ആദ്യം ആരാണോ, ഇപ്പൊ മൺഡേ ഓൺവേർഡ്സ് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ സിജിയാണ് ഏറ്റവും ആദ്യം പോയി സബ്മിഷൻ കൊടുത്തിരിക്കുന്നത്. മൺഡേയിലത്തെ ഒരു ടൈമാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഫസ്റ്റ് സിജിക്കായിരിക്കും ആ ടൈം കിട്ടുന്നത്. ഇനി സിജിയേക്കാൾ മുമ്പ് 3-4 പേര് ആ ടൈം സ്ലോട്ട്സ് എടുത്തു. അപ്പൊ ആ ടൈമില് സിജിക്ക് പറ്റുന്നില്ല. സോ സിജിയുടെ സെക്കൻഡ് ഓപ്ഷൻ നോക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഡേ വരുന്നുള്ളത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അത് നാളെ നിങ്ങൾക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ആദ്യത്തെ 3 ദിവസത്തെ ആയിരിക്കും നമ്മളൊരു ടൈം ടേബിൾ ഇടുന്നത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേയുടെ ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഇത്രയും ദിവസത്തെ ഇടും. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഞാനും അശ്വതി മിസ്സും ആയിരിക്കും. സോ ഞങ്ങളുടെ അവൈലബിലിറ്റി, അതായത് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ പകലൊക്കെ, ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള ടൈം വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ടൈം തരുന്നത്. ബട്ട് ജനറലി ഞങ്ങളൊരു ടൈം സ്പാൻ അങ്ങ് കൊടുത്തു എന്നേ ഉള്ളൂ, 10 to 1. അപ്പൊ അവിടെ ഞങ്ങൾ എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്ലോട്ട് വരും. അതുകൊണ്ട് മിക്കവാറും ഒറ്റ ആഴ്ചയും കൊണ്ടൊന്നും തീരില്ല. നിങ്ങൾ ഇഷ്ടംപോലെ പിള്ളേരുണ്ടല്ലോ. അങ്ങനെ നൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് 8 to 9. അതൊക്കെ ചിലർക്ക് ചിലപ്പോൾ അതായിരിക്കും കൺവീനിയൻസ്. അങ്ങനെ അപ്പൊ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഏതൊരു ബാച്ച് വന്നാലും നമ്മളൊരു ഫ്ലെക്സിബിലിറ്റി തരും. നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട്, ടൈം ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ. ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് പ്രിഫറൻസിലേക്കായിരിക്കും പോകുന്നത്. റിക്വസ്റ്റ് എന്താ, നമ്മളുടെ ഈ ലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലിട്ടോ? വരും. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ അഡ്രസ് ചെയ്ത് തന്നെ ഇങ്ങനെ ഇത് മെസ്സേജസ് തരാറില്ലേ, അതിന്റെ ഒപ്പം ആ ഒരു ടൈം ടേബിൾ പോലെ ഇത് തരും. അതാ പറഞ്ഞേ, ഒരുമിച്ചിടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്കൊരു എമർജൻസി വന്നു, നിങ്ങൾക്ക് തന്ന ടൈമിൽ എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫസ്റ്റ് 3 days ആദ്യം ഇടും. അത് കഴിഞ്ഞിട്ട് കൺഫേം ചെയ്യും. ട്യൂസ്ഡേ തന്നെ ഞാൻ കൺഫേം ചെയ്യും. വ്യാഴം, വെള്ളി, ശനി ഞാൻ എപ്പോഴൊക്കെയാണ് ഫ്രീ, എപ്പോഴൊക്കെ സ്ലോട്ട് ഇടാം, അതിനനുസരിച്ചാണ് ആ കുട്ടി അത് ചെയ്യുന്നത്. ഒരുമിച്ചിട്ട് പോവില്ല. സോ അത് പിന്നെ ഞാൻ കുറെ ദിവസത്തേന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്കപ്പോ എല്ലാ ദിവസവും നിങ്ങൾ സ്ലോട്ട് ഇടേണ്ടി വരും. എന്താ ശരിയാവായതൊക്കെ കണ്ടപ്പോ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 1 നോക്കുള്ളൂ. സിയുടെ ഫസ്റ്റ് സബ്മിറ്റ് ആയത് ഏതാണോ അത് നോക്കുള്ളൂ. ആ ടൈമിൽ ഇല്ലെങ്കിൽ മാത്രമാണ് സെക്കൻഡ് ഓപ്ഷൻ നോക്കുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് സബ്ജക്റ്റും പ്രാക്ടിക്കൽസും സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ സബ്ജക്ട് വൈസ് ആണ് നമ്മുടെ എക്സാം നടന്നത്. പ്രാക്ടിക്കൽസിന്റെ ആ സ്പ്ലിറ്റിങ്സ് അനുസരിച്ചായിരിക്കും മാർക്ക്. 10-ലായിരിക്കും മാർക്ക് ഇടുന്നത്. അത് 100-ലേക്ക് കൺവേർട്ട് ചെയ്ത് മാർക്ക് ലിസ്റ്റ് വരും. പിന്നെ വീഡിയോ ഓൺ ചെയ്യണം. പിന്നെ ഞാൻ അത് മെസ്സേജ് ഇട്ടത് വേറൊന്നും കൊണ്ടല്ല, എന്തൊക്കെ നിങ്ങൾ ചെയ്ത സംഭവങ്ങളുണ്ടോ അതെല്ലാം അടുത്ത് വെക്കണമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട്സ്, അസൈൻമെന്റ്സ്. അത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഫസ്റ്റ് ബാച്ചിന് ഞാൻ വൈവയ്ക്ക് കയറിയിട്ട് റെക്കോർഡ് ഒരെണ്ണം ചോദിച്ചപ്പോ വീട് മുഴുവൻ ഓടി നടക്കുക റെക്കോർഡ് അന്വേഷിച്ച്. ഞാനിവിടെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ അത് കാരണമാണ് ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടത്. അല്ലാതെ എല്ലാരും നിർബന്ധമായും റെക്കോർഡ് മുഴുവൻ എഴുതി റിപ്പോർട്ട് മുഴുവനാക്കി അസൈൻമെന്റുമായിട്ട് വന്നിരിക്കണം എന്നല്ല അതിന്റെ മീനിങ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതുമായിട്ട് അടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കണം. നിങ്ങൾ ചെയ്ത ഒരു ആക്ടിവിറ്റി ആണോ അതെടുത്ത് വെച്ചു, നിങ്ങളതല്ലാണ്ട് എക്സ്ട്രാ കുറെ ചെയ്തോ അതും എടുത്തു വെച്ചു. പക്ഷെ ആ പ്രാക്ടിക്കലിന്റെ സ്പ്ലിറ്റപ്സ് നോക്കുക. ആ ഓരോ സ്പ്ലിറ്റപ്സിന്റെയും എന്തെങ്കിലും എന്റെ കയ്യിലുണ്ടോ, ഞാൻ എന്തെങ്കിലും കൂടെയൊക്കെ ചെയ്തൊന്ന് ഫിനിഷ് ചെയ്യണോ എന്നുള്ളത് അത് നോക്കിയിട്ട് വന്നിരിക്കുക. അല്ലാതെ ഞാൻ റെക്കോർഡ് ചോദിക്കുമ്പോൾ അയ്യോ മിസ് ഒരു റെക്കോർഡ് പോലും എഴുതിയില്ല, റിപ്പോർട്ട് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല, അസൈൻമെന്റോ അതും ഞാൻ ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ പിന്നെ വൈവ ചോദിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. ടീച്ചിങ് പ്രാക്ടീസിന് പോയോ, ദാറ്റ് മീൻസ് ചിലർക്ക് പോകാൻ പറ്റിയിട്ടില്ല പല പല പ്രശ്നങ്ങൾ കാരണം, പ്രഗ്നൻസി, ഡെലിവറി, കുഞ്ഞു കുട്ടികള്, പിന്നെന്താ അതൊക്കെ എന്ന് വെച്ചാൽ ജെന്യുവിൻ റീസൺ ആണല്ലോ. പക്ഷെ അങ്ങനെ വരുമ്പോ ഞാൻ അവിടെ ഒരു മോക്ക് ടീച്ചിങ് പ്രാക്ടീസ് അങ്ങ് നടത്തിക്കും, ഒരു ആക്ഷൻ സോങ് കാണിക്കൂ, അങ്ങനെയൊക്കെ ചെയ്യണ്ടേ. കാരണം എന്താന്ന് വെച്ചാൽ നല്ലപോലെ എഫേർട്ട് എടുത്ത് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തവര് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവര് വെച്ച് നോക്കുമ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവരോട് അങ്ങനെ ചെയ്യണ്ടേ. ഒരു ആക്ഷൻ സോങ് ചെയ്യാൻ പറയുമ്പോഴേക്ക് അയ്യോ എനിക്ക് വയ്യ, ഇങ്ങനെ അയ്യോ ഞാൻ എങ്ങനെ ചെയ്യും, അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഞാൻ എന്ത് ചെയ്യും.
മിസ് മാർക്ക് ഇടണ്ടപ്പോ അതേ അതാണ് ഞാൻ എങ്ങനെ ചെയ്യും, അയ്യോ ഞാൻ എങ്ങനെയാന്നുള്ളതുകൊണ്ട് വൈവയൊക്കെ കഴിയുമ്പോ എന്റെ അവസ്ഥ എന്താവും എനിക്കറിയില്ല. ഓക്കെ മോഡലാണോ അതോ ഫൈനൽ ആണോ? എന്തോ ഈ പ്രാക്ടിക്കലേ മോഡൽ എക്സാം അല്ലേ? വൈവ മോഡലൊന്നുമില്ല, ആകെ ഒരു മോഡലേ ഉള്ളൂ. ലുദിയയുടെ റിലേ മൊത്തം പോയിരിക്കുക. വൈവ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ, മോഡലും കൂടി കൊടുത്താൽ ഇനിയിപ്പോ എന്ത് കഴിയാനാ? അല്ല, എന്തുകൊണ്ട് ചോദിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മാം പറഞ്ഞില്ലായിരുന്നോ റെക്കോർഡൊന്നും കംപ്ലീറ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചോദിച്ചോണ്ട് എനിക്ക് ഡൗട്ട് വന്നിട്ട് ചോദിച്ചതാ. റെക്കോർഡ് ഒന്നും കംപ്ലീറ്റ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല, ബട്ട് യു ഹാവ് ടു കംപ്ലീറ്റ് ദ റെക്കോർഡ്. വൈവ കഴിഞ്ഞാലും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ മാം അറിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കും, മാം അറിയില്ലല്ലോ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ എന്ന്. പക്ഷെ നിങ്ങൾ അറിയുമല്ലോ, നിങ്ങൾക്കറിയാലോ ഞാനിത് ചെയ്തിട്ടില്ല എന്നുള്ള ഗിൽറ്റി ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. അല്ല മിസ്, അവിടെ വരുമ്പോ കൊണ്ടുവരണ്ടേ സൈൻ ചെയ്യിക്കാൻ? അപ്പം കോൺവെക്കേഷന്റെ സമയത്തും ഒക്കെ എല്ലാവരും അല്ലാതെ വരുമ്പോഴും ഒക്കെ സൈൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം MT3-ലുള്ളവർ വന്നപ്പോ അവരെല്ലാം സൈൻ ചെയ്തിരുന്നല്ലോ. അയ്യോ, പകുതി ക്ലാസ്സിന്റെ സമയം കഴിഞ്ഞു. ഞാനിന്ന് തീർക്കണം എന്ന് വിചാരിച്ചു വന്നേ. അപ്പൊ എവിടെയായിരുന്നു? ആരോ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതാ ടോപ്പിക് എന്നുള്ളത്. ആ മിസ് എടുത്തു വെച്ചിരിക്കുന്ന പോർഷൻ തന്നെ. അതന്നെയാണല്ലേ. നമ്മൾ റിലേഷൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? നിങ്ങൾക്ക് ഊഹിക്കാം, നിങ്ങളൊരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിച്ച സമയത്ത് എന്തെല്ലാം റിലേഷൻഷിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഐ മീൻ കുട്ടിയും ടീച്ചറും തമ്മിലുള്ള റിലേഷൻസ്, ടീച്ചറും തമ്മിലുള്ള റിലേഷൻസ്, കുട്ടികൾ പീർ ഗ്രൂപ്പ് തമ്മിലുള്ള റിലേഷൻസ്, അതുപോലെ തന്നെ ടീച്ചറും വേറെ ആരാ? പാരന്റ്സ്. യെസ്, അതാണ് ഭയങ്കര. കാരണം ആ ടീച്ചർക്കാണ് കൂടുതൽ, ടീച്ചർ ഫോക്കസ് ചെയ്താണ് റിലേഷൻസ് കൂടുതലും വരുന്നത്. ടീച്ചറും കുട്ടി, ടീച്ചറും കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ടീച്ചറുമായിട്ട്, ടീച്ചറും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഡ്മിനിസ്ട്രേഷൻ അവരുമായിട്ട്, മാനേജ്മെന്റ് ആയിട്ട്, പ്രിൻസിപ്പൽ ആയിട്ട്, ടീച്ചറും പാരന്റ്സും ആയിട്ട്, ടീച്ചറും കമ്മ്യൂണിറ്റി ആയിട്ട്. ഒരു കുട്ടീനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടാൽ അവിടെയുള്ള പബ്ലിക് വിളിച്ചു പറയണത് ഈ സ്കൂളിലേക്ക് ഒന്നില്ലെങ്കിൽ ആ ടീച്ചറെ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പളിനെ ആയിരിക്കും അല്ലെ. ഇപ്പൊ കമ്മ്യൂണിറ്റി ആയിട്ടും ടീച്ചർക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള റിലേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ടീച്ചർക്ക് കുട്ടിയുമായിട്ട് റിലേഷൻ. നമ്മൾ സൈക്കോളജി പാർട്ട് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞിരുന്നു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടന്റ് എന്തായിരുന്നു. അത് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു സയൻസ് ആണ് അല്ലെ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മൈൻഡ് അല്ലെ. അപ്പൊ നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടിയുടെ ബിഹേവിയർ മനസ്സിലാക്കണം. അതാണ് ടീച്ചറും കുട്ടിയും തമ്മിലുള്ള റിലേഷനിൽ വരുന്നത്. ഈ ടീച്ചർക്ക് ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ടീച്ചർ കുട്ടികളോട് കാണിക്കേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. ടീച്ചറുടെ ഒരു ഫ്രണ്ടിനോട് വളരെ ഓപ്പൺ ആയിട്ട് ക്ലോസ് ആയിട്ടുണ്ടാവും. പക്ഷെ കുട്ടികളോടും അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ അവിടെ ആ ടീച്ചർ കുട്ടി എന്നുള്ള ആ ഒരു എന്താ പറയാ, ഒരു ഡിവൈൻ റിലേഷൻ അവിടെ എന്തായാലും ഉണ്ടായിരിക്കും. ടീച്ചറും ലേണറും തമ്മിലുള്ള റിലേഷൻ. ടീച്ചർക്ക് എപ്പോഴും ഒരു എന്താ ഞാൻ കേട്ടില്ല. എല്ലാ റിലേഷൻഷിപ്പും ഡിഫറെന്റ് ആയിരിക്കും എന്നല്ലേ മിസ് മീൻ ചെയ്തത്? പാരന്റും ടീച്ചറും അവരുടെ റിലേഷൻ വേറെ ആയിരിക്കും. ഹസീൻ എന്തെങ്കിലും പറയാൻ വന്നിരുന്നു? ഹിമ ഹസീൻ രണ്ടുപേരും കൂടെ എന്തോ പറഞ്ഞു. അല്ല മാം, റിലേഷൻ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഒരു പാരന്റും ടീച്ചറും ഡിഫറെന്റ് ആയിരിക്കും, ടീച്ചറും തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കും. അതല്ലേ മിസ് മീൻ ചെയ്തത്? പിന്നെ ടീച്ചർക്ക് ഒരു നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ സുഹൃത്തുമായിട്ടുള്ള റിലേഷൻ വേറെ ആയിരിക്കും അല്ലെ. അപ്പോ ഇവിടെ ടീച്ചർ എപ്പോഴും ന്യൂ വേർഡ്സ് ഉണ്ട് കേട്ടോ ഈ ഓരോരോ പാരഗ്രാഫ്സിലും. അപ്പൊ നിങ്ങളത് നോക്കുമ്പോ ജസ്റ്റ് ആ വേൾഡ് വെബ് എന്നുള്ള ഡിക്ഷണറി നോക്കിയൊന്ന് മാറി ഓരോന്ന് വായിച്ചു പോകാൻ സമയമില്ല. ടീച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യാമോ? ഹേമ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. അപ്പൊ അസ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആശ്വാസം എന്ന് പറയില്ലേ, ഒരു റിലീഫ്, അതായിരിക്കണം ടീച്ചർ ഒരു ലേണറെ സംബന്ധിച്ച്.
ഒരു ആശ്വാസം, ആ ഒരു സോഷ്യൽ സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ദ സ്റ്റുഡൻസ്. അതായത് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ഒരു എഡ്യൂക്കേഷണൽ സൈഡിൽ മാത്രമല്ല ടീച്ചർ കുട്ടികളുടെ നീഡ്സ് കാണേണ്ടത്. അവർക്ക് പല സൈക്കോളജിക്കൽ നീഡ്സ് വേണ്ടി വരും. അവിടെയൊക്കെ ഈ ടീച്ചറുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കണം അവരോട്. ആ ഒരു ക്ലാസ് റൂമിൽ അതുപോലെ ആയിരിക്കണം. പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് പേടി, ഭയഭക്തി, ബഹുമാനം നമ്മൾ ഒറ്റ വാക്കിൽ പറയും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളും ടീച്ചറും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആയി തുടങ്ങി, ഫ്രണ്ട്സിനെ പോലെയായി. അപ്പൊ നല്ലൊരു ഫ്രണ്ട്സിനെ പോലെ ആകുമ്പോൾ ക്ലാസ്സിലും അപ്പോഴും അച്ചടക്കമുണ്ട് ക്ലാസ്സിൽ. പക്ഷെ പിന്നീട് ആ ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ മാറിയപ്പോൾ പലപ്പോഴും ടീച്ചറെ കുട്ടികൾ റെസ്പെക്ട് ചെയ്യാതായി. കുട്ടികൾ പലതും കിടന്നുറങ്ങുന്നു, ടീച്ചർ അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു, ടീച്ചർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികളെ, അങ്ങനെ ചിലർ ഇറങ്ങിപ്പോകുന്നു. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ ആയി മാറിയിട്ടുണ്ട് പല ക്ലാസ്സിലും. പക്ഷെ ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സിനുള്ളൊരു ടീച്ചർ, അല്ലെങ്കിൽ ഇതുപോലെ കുട്ടികൾക്കൊരു റിലീഫ് ആകുന്ന ടീച്ചർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടികൾ ആ ക്ലാസ്സിൽ നല്ല രീതിയിൽ തന്നെ ഇരിക്കും. അവര് ടീച്ചേഴ്സ്ക്ക് സപ്പോർട്ടീവായിട്ട് തന്നെ അവരുണ്ടാകും. അപ്പോൾ ഇത് ആ ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ് കാണും. നമ്മുടെ ആദ്യത്തെ യൂണിറ്റ്സ് ഒക്കെ എടുത്തപ്പോൾ നമ്മൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ക്വാളിറ്റീസ്, റോൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്കൊരു ലിസണിങ്, നല്ല ആക്റ്റീവ് ലിസണിങ്, ഹൃദയം കൊണ്ട് കേൾക്കുക നമ്മൾ പറയും. ആ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് കാണുക, ഹൃദയം കൊണ്ട് കേൾക്കുക, ഹൃദയം കൊണ്ട് തൊടുക, ടച്ച് ചെയ്യാൻ പറ്റണം കുട്ടികളുടെ ഹൃദയത്തെ. ആ ഒരു രീതിയിലുള്ള ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ടീച്ചർ ആയിരിക്കണം. ബട്ട് അതിന്റെ ഒപ്പം തന്നെ കൺട്രോൾ, അതായത് നമ്മൾ സ്നേഹത്തോടുള്ള ശാസന എന്നൊരു സംഭവം ഉണ്ട്. നമ്മൾ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നതിനേക്കാളും നമ്മളൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ ഒരു വാക്ക് പറയുകയോ ചെയ്യുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ അവരങ്ങ് ഒബേ ചെയ്യും, അല്ലെ? അവരൊരിക്കലും ഡിനേ ചെയ്യില്ല. അങ്ങനെ കുട്ടികളുടെ ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ പലപ്പോഴും ഈ ലേണിംഗ് പ്രോസസ്സിൽ ഇവരെ ഇൻവോൾവ് ചെയ്യിക്കുക. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുന്നത് സെമിനാർ, അല്ലെ? നിങ്ങൾക്ക് മാർക്കിന് വേണ്ടി മാത്രമല്ല, അതൊരു ഇൻവോൾവ്മെന്റ് ആണ്. നമ്മുടെ ലിമിറ്റേഷൻസ് വളരെ കൂടുതലാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, പിന്നെ പലപ്പോഴും നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് വരാം, അങ്ങനെ പല കാര്യങ്ങൾ വരാം, ക്ലാരിറ്റി കുറവ് ചില സമയത്ത് വരാം. പിന്നെ പലരുടെയും ഡൗട്ട്സ്, ക്വറീസ്, ആ ഒരു കൺസേൺസ് ഒക്കെ പല രീതിയിലായിരിക്കും. നമ്മളെല്ലാം അഡ്രസ് ചെയ്ത് പോകണം. ഈവൻ ദോ നമ്മൾ ചിലപ്പോൾ ചില സംശയം കേൾക്കുമ്പോഴേക്കും നമുക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ. ബട്ട് എവറി ക്വറി ഈസ് ഇമ്പോർട്ടൻറ്റ്, എവറി കൺസേൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓരോരുത്തരുടെ രീതികൾക്കനുസരിച്ച് അവർ ചോദിക്കുന്നു. അപ്പൊ നമ്മൾ അതെല്ലാം റെസ്പെക്ട് ചെയ്ത് അഡ്രസ് ചെയ്ത് പോവുക തന്നെ വേണം ഒരു ക്ലാസ് റൂമിൽ. അത് ഒരു ടീച്ചറുടെ ഒരു വലിയൊരു ക്വാളിറ്റി തന്നെയാണ്. കാരണം അവർ ശ്രദ്ധിക്കാതെ, സില്ലി ആയിട്ട് വിചാരിക്കാതെ ഓരോ കുട്ടിയുടെയും കൺസേൺ അവർ അഡ്രസ് ചെയ്യാൻ വേണം. ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് അച്ചീവ്മെന്റ്, അങ്ങനെ അത് വരും ആ ഒരു ലേണിംഗ് പ്രോസസ്സ്. അപ്പൊ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ ഇമോഷണൽ സെക്യൂരിറ്റി, ആ ഒരു ക്ലൈമറ്റ്, ക്ലാസ് റൂമിലെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. കുട്ടികൾക്ക് നല്ലൊരു ഫീല്, ആ ക്ലാസ്സിൽ കയറാൻ തന്നെ അവർക്കൊരു ഇഷ്ടം, അങ്ങനെയൊക്കെ തോന്നും. മോട്ടിവേറ്റ്സ് ലേണിംഗ്, ആ ലേണിംഗ് മോട്ടിവേറ്റ് ചെയ്യുന്നു അവരെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് അച്ചീവ്മെന്റിലേക്ക്. അപ്പൊ കുട്ടികളുടെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഒരു ഫോക്കസും ഇല്ലാണ്ടൊക്കെ ആയിട്ടിരിക്കുന്നത്, നല്ലൊരു ടീച്ചറുടെ ഇടപെടലിലൂടെ അവർ ആ ഫോക്കസിലേക്ക് എത്തും. അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ ഒരു സർക്കംസ്പെക്ട് പേഴ്സൺ ആയിരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞത് ഈ കണ്ടന്റ്സിൽ മുഴുവൻ ന്യൂ വേർഡ്സ് ഉണ്ട്. ഞാൻ കേൾക്കാത്ത വേർഡ്സ് കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ അതെല്ലാം ഞാനിങ്ങനെ പ്രത്യേകം നോട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. സർക്കംസ്പെക്ട് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർഫുൾ, സെൻസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ. പിന്നെ ടീച്ചർ യൂസ് ചെയ്യുന്ന ഓരോ വാക്കും, ടീച്ചറുടെ ആക്ഷൻ എല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. പിന്നെ അത് പറഞ്ഞിട്ടില്ലെങ്കിലും അത് നമ്മളുടെ ഡ്രസ്സിങ്, അത് വളരെ നീറ്റ് ആയിരിക്കണം. ഇപ്പോ എന്താ പറയാ, ചിലർക്ക് ലിപ്സ്റ്റിക് ഇട്ടാൽ നല്ല പോലെ ചേരുന്നവരുണ്ടാവും. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ടീച്ചർ ലിപ്സ്റ്റിക് ഇട്ട് വന്നേക്കുന്നു, അതൊരു ശരിയല്ല, അങ്ങനെ പാടില്ല എന്നൊന്നുമില്ല. അവർക്കത് ചേരുന്നുണ്ടെങ്കിൽ ഷീ ക്യാൻ യൂസ്. കാരണം അത് അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തരുവാണെങ്കിലും ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് ചേരുന്ന രീതിയിലുള്ള, നമ്മള് ഫസ്റ്റ് യൂണിറ്റ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്സിൽ നമ്മൾ പഠിച്ചില്ലേ CF, നമ്മളുടെ ആ ഒരു എന്തോ അതെ, കോസ്മെറ്റിക് ഫിറ്റ്നസ്, നമ്മുടെ ആകാര ഭംഗി, അല്ലെ? മലയാളത്തിൽ പറയുവാണെങ്കിൽ നമ്മളുടെ ഫിസിക്കിനെ ബ്യൂട്ടിഫുൾ ആക്കി വെക്കുക,
ഓവർ മേക്കപ്പ് ചെയ്ത് കൊളാക്കുക എന്നുള്ളതല്ല, നമുക്ക് ചേരുന്ന ഒരു ടച്ചപ്പ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല. ഏറ്റവും നീറ്റായിട്ടും ഭംഗിയായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് ടീച്ചർ എന്നുള്ളത്. ഞാൻ ടീച്ചറാണ് എന്ന് പറഞ്ഞ സന്യാസിനിയെ പോലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ചേരുന്നതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. സോ പിന്നെ ഒരു ടീച്ചർ എന്ന് പറഞ്ഞ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, കുട്ടികളെയും ഇൻവോൾവ് ചെയ്യിക്കണം. അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അത് ഫേസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അത് സോൾവ് ചെയ്യാനും ഒക്കെ. പിന്നെ ഒരു ഫീലിംഗ് ആയിരിക്കണം ആ ഒരു ക്ലാസ് റൂമില്. അല്ലാണ്ട് കുറെ പേര് ഗ്രൂപ്പ് അതാകാം, നോ പ്രോബ്ലം. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് മറ്റു ഗ്രൂപ്പിനെ ഞങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതല്ല. ചിലർക്ക് ചിലപ്പോ ആ ഒരു ടെമ്പോ ഒരേ വൈബിലുള്ള ഒരു ഗ്രൂപ്പ് ആകുന്നു അല്ലെ. പക്ഷെ നമ്മൾ മറ്റേ ഗ്രൂപ്പിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അല്ലാതെ നമ്മളൊരു ഗ്രൂപ്പ് മിണ്ടില്ല മറ്റവരോട് ഞങ്ങൾ, അതല്ല. ഒരു ഗ്രൂപ്പ് നമുക്ക് ഓൾ ടുഗദർ തോന്നണം. ഇപ്പൊ നമുക്ക് ചിലരെ എല്ലാവരോടും ഭയങ്കര ജോവിയലായിരിക്കും, ഫ്രണ്ട്ലി ആയിരിക്കും. ചിലപ്പോ ചില 1-2 പേരോട് ഒരു ക്ലോസ്നെസ് തോന്നും. അത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതിനെ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഹോൾ ക്ലാസ് ചില കാര്യങ്ങൾ വരുമ്പോൾ ഹോൾ ക്ലാസ് എന്നുള്ളൊരു ഇത്, ഇപ്പൊ നിങ്ങൾക്ക് ചില കൺസേൺസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കാറില്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അങ്ങനെ മതി, ഇങ്ങനെ മതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടല്ലോ. ഞങ്ങൾക്ക് പറഞ്ഞു മോക്ക് ടെസ്റ്റിന്റെ കാര്യം എല്ലാരും തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് അതൊക്കെ കിട്ടിയാൽ നന്നായിരുന്നു. സോ അതാണ് എല്ലാരും കൂടി ചേർന്നിട്ട്. പിന്നെ ഇപ്പം നോമ്പ് സമയമായതുകൊണ്ട് ആ സമയത്ത് മെയിൻ എക്സാംസ് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതൊക്കെ ഒരു ഒറ്റ ഗ്രൂപ്പിന്റെ തീരുമാനമായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഡിസൈഡ് ചെയ്തത്. ആരും ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഇപ്പൊ വേണമെന്നോ ഞങ്ങൾക്ക് പിന്നെ മതി അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ല. അപ്പൊ അതൊക്കെയാണ് ഒരു ഫീല് നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ആ ഫീല് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അമേസിങ് തന്നെയാണ്. കാരണം പരസ്പരം കാണുന്നു പോലുമില്ല, ആകെ ശബ്ദം കേട്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. എന്നിട്ടും ആ ഒരു ഫീല് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്രീഷ്യബിൾ ആണ്. ഓക്കെ, അതൊക്കെ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. ദെൻ ഫ്രണ്ട്ലിനെസ്, ഒരു ഫ്രണ്ട്ലി നേച്ചർ. പക്ഷെ ഫ്രണ്ട്ലി ആണെങ്കിലും നമ്മൾ ആ ഒരു ടീച്ചർ എന്നുള്ളത് ആ ഒരു റെസ്പെക്ട് കുട്ടികൾക്ക് ഉണ്ടാവും, ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയാലും. പിന്നെ സ്റ്റുഡന്റ് ലീഡർഷിപ്പ്, അതുപോലെ തന്നെ പ്രൊബിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് സ്ട്രോങ് പ്രിൻസിപ്പിൾ, വാല്യൂസ് ഉണ്ടായിരിക്കണം അല്ലെ. കാരണം ഇവര് ടീച്ചർ എന്ന് പറയുന്നത് കുട്ടികളെ ഓരോ കാര്യങ്ങളും അവരെ റോൾ മോഡൽ ആക്കാൻ നോക്കും. ഒരു വാല്യൂസ് ഉള്ളത്, ഹാവിങ് സ്ട്രോങ് പ്രിൻസിപ്പിൾസ്, അങ്ങനെ വാല്യൂസ് ഉള്ള ഒരാളായിരിക്കണം ടീച്ചർ എന്നുള്ളത്. ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പില് എന്തെല്ലാമാണ് വരുന്നത്? നമ്മൾ സ്റ്റുഡൻസിന്റെ ബിഹേവിയർ, ടീച്ചറുടെ ബിഹേവിയർ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റുഡൻസിനോടുള്ള അപ്രോച്ച്, ഒരു ഫീല് ക്ലാസ്സിൽ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് എപ്പോഴും ആശ്വാസം, അസുവേജ് എന്നൊരു വേർഡ് ആ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നവിടെ 3ാമതുണ്ട്. അതൊരു അവർക്ക് ആ ഒരു അവരുടെ പല സൈക്കോളജിക്കൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ്, പലപ്പോഴും ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി അതൊരു പ്രശ്നമാണ് കുട്ടികളിൽ അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് ചിലർ വയലന്റ് ആവുന്നത്, അജിറ്റേറ്റഡ് ആകുന്നത്, അവർ പല ക്രൈംസും ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവർക്കത് മാറും. അപ്പോഴേക്കും കുട്ടികൾക്ക് ഒരു ഗിൽട്ടി ഫീലിംഗ്, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് അത് മനസ്സിലാകാനുള്ള ഒരു ക്ഷമ ടീച്ചർക്ക് ഉണ്ടാവണം അല്ലെ. ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമില് ഭയങ്കരമായിട്ട് അജിറ്റേറ്റിംഗ് ക്യാരക്ടർ ഉള്ള ഒരു കൊച്ചുണ്ടായിരുന്നു, ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ തന്നെത്താൻ എന്തോ ജോലിക്കൊക്കെ പോയിട്ടൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ അവനെ സംബന്ധിച്ച് വീട്ടിലും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവൻ ആ ഒരു അജിറ്റേറ്റിംഗ് ക്യാരക്ടർ, എന്തോ ഒരു കാര്യം പ്രിൻസിപ്പളുമായിട്ട് അവനൊരു തർക്കം പോലെ വന്നു. അപ്പൊ ഇവൻ ആ ദേഷ്യത്തിൽ വന്നിട്ട് എന്റെ അടുത്ത് ഷൗട്ട് ചെയ്തു. ഞാനിങ്ങനെ അവന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക, ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അവൻ ഇങ്ങനെ ഭയങ്കര ഉറക്കെ സംസാരിക്കുക. അപ്പൊ ബാക്കിയുള്ള സ്റ്റാഫ്, മറ്റുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കേൾക്കുക. അവൻ ഷൗട്ട് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇവൻ തിരിച്ചു വന്നേ, മിസ് സോറി എന്നൊക്കെ പറഞ്ഞു. അതിനെന്താ എനിക്ക് മനസ്സിലായി ഇങ്ങനെ അവന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. അപ്പൊ ടീച്ചറും തിരിച്ച് ഷൗട്ട് ചെയ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിലോ ആകെ മൊത്തം കുളം ചളമായേനെ. ഞാനൊരു പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ എന്റെ ക്ലാസ്സിൽ ഒറ്റ പെൺകുട്ടികളല്ല, ഒരു 50 സ്റ്റുഡൻസ് ആൺകുട്ടികളാണ്, സെക്കൻഡ് ഇയേഴ്സ്. അവിടെ പെൺകുട്ടികൾ പൊതുവെ കുറവാണ് അന്ന് പോളിടെക്നിക് കോളേജില്. നെടുങ്കണ്ടത്തായിരുന്നു, ഇടുക്കിയിലായിരുന്നു. അവരുടെ ക്ലാസ് ടീച്ചർ ഞാനാണ്, ഈ സെക്കൻഡ് ഇയറിലെ ക്ലാസ് ടീച്ചർ ഞാനാണ്. നല്ല വില്ലന്മാരും ഉണ്ട്, ഒക്കെ പഠിക്കും, വില്ലന്മാരുണ്ട്. ഇവര് ജോലിക്കും പോണ പിള്ളേരുണ്ട് കേട്ടോ. പകല് ചെന്നിട്ട് അവിടേക്ക് ഇങ്ങനെ ഹൈ റേഞ്ച് ഏരിയ അല്ലേ, ഫുൾ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോലിക്കും അത്യാവശ്യം ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ടീമൊക്കെ ഉണ്ട്.
അപ്പം ക്ലാസ്സിലൊന്നും കഴിച്ചിട്ട് വരില്ല. ഇവർ ഈ പണിയെടുത്ത് തളരുമ്പോ അത് എന്തോ ഒരു എനർജി ഡ്രിങ്ക് പോലെ കരുതുന്ന പിള്ളേരുണ്ടല്ലോ. അപ്പൊ ഈ അവിടെ ആനുവൽ ഡേ വന്നു. ഞാൻ ആദ്യമായിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ടില്ല. അപ്പൊ പ്രീവിയസ് എക്സ്പീരിയൻസ് അവിടുത്തെ സാറുമാര് പറയാ, ആനുവൽ ഡേ അവന്മാരെ കുളവാക്കും, ഫുള്ളാക്കാൻ ചാൻസ് ഇല്ല എന്നിങ്ങനെ പറയുവാണ്. ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ആനുവൽ ഡേക്ക് ഇങ്ങനെ നിൽക്കുക, പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ സ്റ്റേജിൽ വരുന്നു, ഇങ്ങനെ കൂവലും ബഹളവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഇത് ഫൈനൽ ഇയറിലെ കുട്ടികളും, അതാണല്ലോ പൊതുവെ ഒരു ഇത്, സെക്കൻഡ് ഇയറിലെ കുട്ടികളും തമ്മിൽ എപ്പോഴും എന്തെങ്കിലും ക്ലാഷ് ഉണ്ടാവും. ഫൈനൽ ഇയറിലെ കുട്ടികളും ഫസ്റ്റ് ഇയേഴ്സും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരിക്കും. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും ഞങ്ങളുടെ ബാച്ചിലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഈ അടുത്തടുത്തുള്ള ബാച്ചുകൾ തമ്മിൽ ഒട്ടും ചെയ്യില്ല. ഒരു ബാച്ച് കഴിഞ്ഞിട്ടുള്ളവർ തമ്മിൽ ഭയങ്കര കൂട്ടായിരിക്കും. അങ്ങനെയാണ്. അപ്പൊ ഇവരുടെയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ സെക്കൻഡ് ഇയേഴ്സുമായിട്ട്, അപ്പൊ ഫൈനൽ ഇയേഴ്സ് സീനിയേഴ്സ് ആണല്ലോ, അവര് ഭയങ്കര ക്ലാഷാണ്. അപ്പം അടി ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ പിള്ളേരെ, എന്റെ 50 തെമ്മാടികളുണ്ടല്ലോ, ഞാൻ ഇവരിങ്ങനെ വഴക്കുണ്ടാക്കാനായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും ഞാനൊന്ന് നോക്കും. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഒരു നോൺ വെർബൽ ഒരു എക്സ്പ്രഷനിൽ നിന്ന് അവർ പതുക്കെ സീറ്റിൽ വീണ്ടും ഇരിക്കും. വീണ്ടും അവർക്ക് ഇങ്ങനെ അജിറ്റേറ്റഡ് ആയിട്ട് വരും, അവർ വീണ്ടും എണീക്കും. അപ്പൊ ഞാനിങ്ങനെ അവിടെ നിന്നുകൊണ്ട് നോക്കും. അങ്ങനെ അപ്പൊ അവസാനം അവന്മാർ പറഞ്ഞു, ജിഷ മിസ് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അവന്മാരെ ഒന്ന് കാണിക്കായിരുന്നു. ഇത് പ്രിൻസിപ്പൾ കേട്ടു. സാറിന് ഭയങ്കര ഇംപ്രഷനായി. കാരണം സാറ് വിചാരിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇവന്മാരെ. അപ്പൊ സാറ് വന്നിട്ട്, മിസ് കാരണമാണ് കേട്ടോ അവിടെ പ്രശ്നം, ഞാനൊന്നും ചെയ്തില്ല. ഇവന്മാരിങ്ങനെ തല പൊക്കുമ്പോഴേക്കും നമ്മളൊന്ന് നോക്കും, അപ്പോഴേക്കും അവർ വീണ്ടും അവിടെ ഇരിക്കും. അങ്ങനെ എനിക്ക് കുറച്ച് പണി എടുക്കേണ്ട വന്നു, അത്രേ ഉള്ളൂ, ഇവരെ ഒന്ന് ഇതാക്കാനായിട്ട്. കുട്ടികള് പാവം തന്നെയാ. നമ്മള് അവരെ ഒന്ന് കെയർ ചെയ്യുന്ന രീതി, ചില സമയത്ത് ചിലര് ഒരു പക്ഷെ നമ്മളോട് ഭയങ്കര ഇതായിട്ട് വരും. എന്റെ മുന്നിൽ വെച്ച് ഭയങ്കരമായിട്ട് അബ്യൂസീവ് വേർഡ്സ് പറഞ്ഞൊരു ഫൈനൽ ഇയറുകാരനുണ്ടായിരുന്നു. അവന്റെ അമ്മ അവിടുത്തെ വാർഡ് മെമ്പർ എന്തോ ആയിരുന്നു. അവനും നമ്മുടെ സെക്കൻഡ് ഇയറിലെ പിള്ളേരുമായിട്ട് വഴക്കുണ്ടാവുക. ഇതിന്റെ ഇടയിലേക്ക് ഞാൻ ചെല്ലുമ്പോ ഇവൻ നമ്മളെ കണ്ടിട്ടും ഇവന്റെ വായിന്ന് ഇത് വരുക. എന്റെ കൾച്ചർ അത്. പക്ഷെ നമ്മളുടെ പിള്ളേര് അവര് പറയുന്നില്ല. അതിന് ക്യാമ്പസിനകത്ത് നടക്കുക. ഞാൻ ഈ പിള്ളേരെ ഇവനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ചോദിച്ചേ, ദേഷ്യം വന്നു, വഴക്കുണ്ടാക്കി, എല്ലാം ശരി തന്നെ, പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നീ എന്തിനെങ്ങനെ അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കാൻ പോയെന്ന് ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. അവൻ എന്റെ സ്റ്റുഡന്റ് അല്ല, ഞാൻ പഠിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷെ ആ വഴക്കിൽ ഇവന്റെ വായിന്ന് വരുന്നത് മുഴുവൻ അതാ. അവിടെ ടീച്ചർ നിൽക്കുന്നുണ്ടെന്ന്, കുറെ ടീച്ചർമാര് നിൽക്കുന്നുണ്ടായിരുന്നു, അവനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു, മേലാലെ ഇതുപോലത്തെ വാക്കുകൾ സ്കൂൾ പരിസരത്ത്, സ്കൂളിൽ നിന്നല്ല എവിടെയും മറ്റുള്ളവർ കേൾക്കാൻ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് പറയണം, വല്ല ബാത്റൂമിൽ കയറി നിന്ന് അടച്ചിട്ടങ്ങ് പറയുക. മറ്റുള്ളവരെ കേൾക്ക പറയുന്നത് അത്ര വലിയ അത് ഒരു റെസ്പെക്റ്റും കിട്ടില്ല എന്ന് ആ കുട്ടിയോട് പറഞ്ഞു. എന്റെ അമ്മ അവിടുത്തെ വാർഡ് മെമ്പറും കൂടിയായിരുന്നു. അങ്ങനെ കുട്ടികളുടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോ നമുക്ക് ശരിക്കും മനസ്സിലാവും. കുഞ്ഞുങ്ങളെ ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണ്. ആ ശീലം അവരിൽ തുടങ്ങുന്ന സമയത്താണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. സോ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരെന്ത് പറയണം, എന്ത് കാണിക്കണം എന്നുള്ളത്. ഓക്കെ, ടീച്ചർ ലേണർ റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. സോ അവര് സ്ട്രോങ് പ്രിൻസിപ്പിൾസ് ഉള്ള ഒരാളായിരിക്കണം, വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം, പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കുട്ടികളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അവർ പ്രൊവൈഡ് ചെയ്യണം ക്ലാസ് റൂമിൽ. പിന്നെ ഫ്ലെക്സിബിലിറ്റി, ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അത് അവർ ഓരോ ടീച്ചർ ആണെങ്കിൽ പോലും അവരെ ലീഡ് ചെയ്യുന്നത് ബാക്കിയുള്ള സബ്ജക്ട്സുമായിട്ട് അവരത് കണക്ട് ചെയ്ത് കുട്ടികളെ ഹെൽപ്പ് ചെയ്യിക്കണം. പിന്നെ ഒരു ഫീലിംഗ് ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം. പലപ്പോഴും പല ഇഷ്യൂ കാരണം സ്പ്ലിറ്റപ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ സോർട്ട് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ഒരു ആശ്വാസം, റിലീഫ് ആയിരിക്കണം കുട്ടികൾക്ക്. അവർക്കൊരു ഇമോഷണലി സപ്പോർട്ട് കൊടുക്കണം. സൈക്കോളജിക്കൽ പല നീഡ്സും കുട്ടികൾക്ക് ഉണ്ടായിരിക്കും, അത് അഡ്രസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ലേണർ റിലേഷൻസ്. ഇത് കുട്ടികൾ തമ്മിലുള്ള റിലേഷൻ അല്ലെ. പീർ ഗ്രൂപ്പ് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യും. പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ പലതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെല്ലാമാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. സോഷ്യൽ ക്വാളിറ്റീസ് അല്ലേ. അതായത് അവൻ ചെയ്യുന്ന കണ്ടു, ഓക്കെ ഞാനും അത്, എന്റെ ഫ്രണ്ട് ആണല്ലോ അവൻ, സോ ഞാനും അത് തന്നെ ചെയ്യും, ഐ വിൽ ഫോളോ ദ സെയിം. അപ്പൊ ആ ഒരു സോഷ്യൽ ക്വാളിറ്റീസ് കിട്ടും പീർ ഗ്രൂപ്പിൽ നിന്ന്. എടാ അങ്ങനെ ചെയ്യരുതെന്ന് നല്ലൊരു ഫ്രണ്ട് പറഞ്ഞു തരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവൻ അത് അനുസരിക്കും അല്ലെ.
സോഷ്യൽ ക്വാളിറ്റീസ് കിട്ടണം. അപ്പൊ പീർ ഗ്രൂപ്പ് നന്നായാൽ നമ്മളുടെ അതായത് എന്റെ മോൾ ഇങ്ങനെ പറയുമായിരുന്നു, നല്ല ഫ്രണ്ട്സിനെ കിട്ടണം. അവള് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലൊന്ന്, അവൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഒപ്പം ഒരേ ഒരു കാര്യമാണ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നല്ല ഫ്രണ്ട്സിനെ കിട്ടണം ഞാൻ അവിടെ ചെന്നാൽ. അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. കാരണം ആ ഒരു പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലേണർ എന്താണോ ജസ്മീൻ എന്തെങ്കിലും പറയുവാണോ? അമ്പിളി, ഇപ്പോ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മളെക്കാളും വലുത് ഫ്രണ്ട്സ് പറയണതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്. എപ്പോഴും അവരെന്താണോ പറയാ, അവരെന്ത് പറയും, ഡ്രസ്സിലാണെങ്കിലും എന്തിലാണെങ്കിലും അവർക്കാണ് മുൻഗണന നമ്മൾ പറയണതിനേക്കാളും കൂടുതൽ. ഞാൻ പറഞ്ഞു ഈ ക്ലാസ്സിലാണോ ഞാൻ പറഞ്ഞേ, യൂണിഫോം ചേഞ്ച് ചെയ്യുവാണ് എന്റെ മോന്റെ സ്കൂളില്. അപ്പം അവര് പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ യൂസ് ചെയ്യുന്ന യൂണിഫോം നല്ലതായിട്ട് ഇരിക്കുവാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. സ്കൂളിൽ 2 യൂണിഫോം ആയി പോകുന്നേ ഉള്ളൂ. പുതിയ യൂണിഫോം ആണ് വേണ്ടെങ്കിൽ മെഷർമെന്റ് എടുക്കാം, സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ മോനോട് ചോദിച്ചു, പുതിയ യൂണിഫോം ആയിട്ടുണ്ട്, നല്ല കളറാണ്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് മാറ്റണോന്ന് ചോദിച്ചു. പിന്നെ പറയാം, അതായത് പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്ന ഫ്രണ്ട്സിനോട് ചോദിക്കണം, അവരൊക്കെ മാറ്റുവാണെങ്കിൽ ഞാൻ മാറ്റൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ചോദിച്ചു, അപ്പൊ അവൻ ചിരിച്ചു. അതിന്റെ അടുത്ത ദിവസം ചോദിച്ചപ്പോ അവരൊന്നും പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞപ്പോ പാരന്റ്സ് എന്നെ വിളിച്ചു, അവർക്ക് മാറ്റാൻ താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങൾ പാരന്റ്സ് ഇങ്ങനെ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതാണ് ആ ഒരു പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്. പിന്നെ അമ്പലത്തിൽ പോകാനായിട്ട് ഫ്രണ്ട്സ് വന്ന് വിളിച്ചു. അവൻ വളരെ സന്തോഷത്തോടുകൂടി ഹാപ്പിയായി കുളിച്ച് ഡ്രസ് മാറി എത്ര പെട്ടെന്നാ പോയെ. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു, ഞാൻ പോയതല്ലേ, അവരുടെ കൂടെ പോവാൻ ഇൻട്രസ്റ്റ്, നമ്മുടെ കൂടെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. അതാണ്. അപ്പോ ലേണർ, അടുത്തത് സ്റ്റുഡൻസ് തമ്മിലുള്ള പീർ ഗ്രൂപ്പ്, അത് ശരിക്കും നല്ലൊരു കാലഘട്ടമാണെങ്കിൽ നമ്മളുടെ മക്കള് നമുക്ക് സമാധാനമായിട്ട് വീട്ടിലിരിക്കാം. കാരണം അല്ലെങ്കിൽ പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് നെഗറ്റീവും ആയി വരാൻ, നെഗറ്റീവ് സൈഡിലേക്കും പോകാം. പോസിറ്റീവായിട്ട്, അതായത് ഒരു തെറ്റ് ചെയ്യാൻ ഒരാൾ പോകുമ്പോൾ തിരിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന, അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ ആയിരിക്കണം, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ഇതെല്ലാം അവരുടെ ഡെവലപ്മെന്റിന്റെ ഫാക്ടേഴ്സ് തന്നെയാട്ടോ. ഈ പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഒക്കെ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളാണ്. പിന്നെ പല സോഷ്യൽ വാല്യൂസ് അവർ പഠിക്കുന്നതും പല സോഷ്യൽ ക്വാളിറ്റീസ് അവർക്ക് കിട്ടുന്നതും ഈ ലേണർ സ്റ്റുഡൻസ് ആ ഒരു പീർ ഗ്രൂപ്പിൽ നിന്നാണ്. ആ ഒരു ശരിക്കും അഡോളസൻസ് ആ ഒരു ഏജില് ആ വരുന്ന പീർ ഗ്രൂപ്പ് അത് നല്ല രീതിയിൽ പോകുവാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. അതൊരു ശരിക്കും ആ സമയത്താണ് ഇവരുടെ പല ചേഞ്ചസ്, ഇമോഷണൽ ചേഞ്ചസ്, സൈക്കോളജിക്കൽ ചേഞ്ചസ്, പിന്നെ അവരുടെ ബോഡിയിൽ തന്നെ പല ചേഞ്ചസ് വരുവാണ്. ആ സമയത്ത് അവർ നല്ലൊരു ഗ്രൂപ്പിലാണെങ്കിൽ ഇതൊരു ടെൻഷൻ വേണ്ട. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സ് ആരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ പാരന്റ്സുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെ, കുട്ടികൾ തമ്മിൽ കൂട്ട് ആ പാരന്റ്സുമായിട്ട് നമ്മൾക്കൊരു കണക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും. ഇവിടെ പേഴ്സണാലിറ്റി ഓറിയന്റേഷൻ സംഭവിക്കുന്ന സമയമാണ്. പലപ്പോഴും ഫ്രണ്ട്സ് ഐഡന്റിഫൈ ചെയ്യും ഇവന്റെ പൊട്ടൻഷ്യൽ എന്താന്നുള്ളത് വേറൊരാൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പ്. നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ ഐഡന്റിഫൈ ചെയ്യും, അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അവിടെ ശരിക്കും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ആ ഒരു ടൈമും കൂടിയാണ് ഈ ഒരു ടൈം പറയുന്നത്, അഡോളസൻസ് സമയമാണെങ്കിൽ. പിന്നെ തോട്ട്സ്, പലപ്പോഴും വാല്യൂസ്, സ്പിരിച്വാലിറ്റീസ്, അങ്ങനെ പല കാര്യങ്ങളും. ഫാക്ട്സിനെ അവർ കൂടുതലായി മനസ്സിലാക്കുന്നു, അത് അതിനെ അനലൈസ് ചെയ്യുന്നു. ചുമ്മാ എന്തെങ്കിലും കേട്ടുള്ള അറിവ് പോരാ അവർക്ക്, അതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വേണം. അവർക്ക് നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളത് ആ ഒരു സമയത്ത് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പല കാര്യങ്ങളെ കുറിച്ചും കൂടുതലായിട്ട് നോളജ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് തമ്മിൽ ഡിസ്കസ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ഇൻഫ്ലുവൻസ് അതുപോലെ തന്നെ ട്രെൻഡ് എന്നൊരു വാക്കുണ്ട്, ഇമ്പാക്റ്റ് ആണ് കേട്ടോ. ആ ഒരു സെക്കൻഡ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ പീർ ഗ്രൂപ്പ് അത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണല്ലോ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഏജ് നോക്കിയാലും നമ്മൾക്കും നമ്മളുടെ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിലെ ചില ഫ്രണ്ട്സ് ഇപ്പോഴും നമ്മളുടെ ടച്ചിലുണ്ടാവും. കാരണം അവരുടെ ഇൻഫ്ലുവൻസ് അത്രയും ഉണ്ട്, ആ ഒരു ടച്ചിൽ വരുന്നവരുണ്ടാവും ആ ഒരു കാലഘട്ടത്തില്.
എത്ര ചിലപ്പോ ഫാമിലി ആയി കഴിയുമ്പോൾ ഫാമിലി ഫ്രണ്ട്സ് ആകുന്നു, ഒരുമിച്ച് പലയിടത്തും പോകുന്നു, അങ്ങനെയുള്ള ബന്ധങ്ങളും നമുക്ക് കാണും. അത് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില വ്യക്തികൾ ആയി പോകും നമ്മുടെ ലൈഫിൽ അവര്. അപ്പൊ ഇതിനകത്തൊരു ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് കർട്ട് ലെവിൻ എന്നുള്ള ആളുടെ പേരുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇങ്ങനെ ഗ്രൂപ്പിന്റെ, അതായത് ഇങ്ങനെയുള്ള പീർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസും അതിൽ മൂലം ഉണ്ടാകുന്ന പല ചേഞ്ചസും, സൈക്കോളജിക്കൽ ചേഞ്ചസും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും എല്ലാം വരുന്നത് അദ്ദേഹം പറയുന്നതായിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പേരവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഗ്രൂപ്പ് ഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാള് ആരുടെ ആണെങ്കിലും ഓരോരുത്തരുടെയും ലൈഫിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഏത് വേയിലാണ്, ഏത് ഒക്കേഷനിലാണ്. ചിലപ്പോ ആൾക്കൊരു പാടാനുള്ള കഴിവുണ്ടെന്നുള്ളതും ഒക്കെ തിരിച്ചറിയുന്നത് ചിലപ്പോൾ ഒരു ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടൻഷ്യൽ ആൾക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മൾ ചില മൂവീസും അങ്ങനെ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ ഫ്രണ്ടിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതും അങ്ങനെയൊക്കെ. ഓരോരുത്തരുടെ നീഡ്സ്, ഇൻട്രസ്റ്റ് അതെല്ലാം മനസ്സിലാക്കുന്നു. അതാണ് പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ ക്ലാസ് റൂമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ കാരണം അതാണ്. ചിലരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചിലരുടെ തോട്ട് ഒരേപോലുള്ള ചിന്താഗതിക്കാർ, നമ്മൾ പറയില്ലേ വൈബ്, അല്ലെ, വൈബ്, ആ ഒരു പൾസ്. അതുകൊണ്ടാണ് ഒരു ക്ലാസ് റൂമിൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റുള്ളവരോട് മിണ്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. ഒരേപോലെ ചിന്തിക്കുന്ന ചിലരെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് ക്ലോസ് ആവുമല്ലോ. അതാണ് അത്. കൊച്ചു ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഹോൾ ക്ലാസ് നമ്മളൊരു വി ഗ്രൂപ്പ് ഫോം ചെയ്യാന്നുള്ളതും നമ്മളുടെ ഓരോ ഗ്രൂപ്പിന്റെയും ശരിക്കും റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്കറിയാം ക്ലാസ്സിലെ പല കാര്യങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കുന്ന കുട്ടികളുണ്ട്. അതിപ്പോ ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമല്ല കൊടുക്കുന്നത്, ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ് ആരെന്ത് ചോദിച്ചാലും ഏതൊരു സമയത്തും അതിന് വേണ്ടുന്ന ഒരു സപ്പോർട്ട് കൊടുക്കുന്നവരുണ്ടായിരിക്കും. മേ ബി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എന്നാലും നമ്മളെപ്പോഴും ഡിസ്കഷൻ, ഒരു ഹെൽത്തി ഡിസ്കഷനിലേക്ക് അത് കൊണ്ടുപോവുക, കോൺഫ്ലിക്ട്സിലേക്ക് പോകാതെ ഒരു ഹെൽത്തി ഡിസ്കഷൻ, പ്രോബ്ലം സോൾവ് ചെയ്യുക, അങ്ങനെ ആ രീതിയിൽ നോക്കുക. നെക്സ്റ്റ് സമയമായി തോന്നുന്നു. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ വായിക്കുക. PG അത്ര പ്രശ്നമുള്ളതൊന്നുമല്ല, എപ്പോഴെങ്കിലും ഫ്രീ ആവുന്ന സമയത്ത് വെറുതെ ഒന്ന് വായിക്കുക. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ ഇതും കൂടി ഞാനൊന്ന് എടുക്കും. അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിന്റെ നെക്സ്റ്റ് യൂണിറ്റിന്റെ സ്പ്ലിറ്റപ്പ് ആക്കിയിട്ട് തരാം. എന്നിട്ട് നമുക്ക് സെമിനാർ. അപ്പൊ എനിക്ക് സ്മിത ഒരു കാര്യം ചെയ്തു തരേണ്ടത്, ഗ്രൂപ്പിൽ ചോദിക്കുക, ക്ലാസ്സിൽ സെമിനാർ പ്രസന്റ് സ്മിത ആരെങ്കിലും ഒക്കെ ചെയ്യാട്ടോ. പെട്ടെന്ന് സ്മിത എന്നോട് ആ കാര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് സ്മിതയുടെ പേര് വന്നതാ. ക്ലാസ്സിൽ ആരൊക്കെ സെമിനാർ എടുക്കാൻ റെഡിയാണ്, അതല്ല എനിക്ക് അസൈൻമെന്റ് അല്ലെങ്കിൽ സെമിനാർ റിപ്പോർട്ട് പോലെ സബ്മിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, ലൈവായിട്ട് എനിക്ക് എടുക്കാൻ എന്തെങ്കിലും അങ്ങനെ അതൊന്ന് ജസ്റ്റ് എനിക്ക് ലിസ്റ്റ് തരുവാണെങ്കിൽ ഞാൻ ഓരോരുത്തർക്കും ടോപ്പിക് തരാം. എടുക്കാൻ പറ്റും മിസ്സേ? വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ടേ. വീഡിയോ ഓണാക്കാതെ എടുക്കാറ്. പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മാത്രമല്ലേ ഞങ്ങൾ കാണുള്ളൂ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ അടുത്ത ടോപ്പിക് സപ്പോർട്ടിംഗ് ഡിവൈസസ് ഓഫ് ക്ലാസ് റൂം, ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, അത് ഞാൻ എടുത്തോളാം. ശരി, അത് ഈ യൂണിറ്റ് അല്ലേ? എന്നാ പിന്നെ ഞാൻ അത് എടുക്കണ്ടല്ലോ, ഹംബ്ലി എടുക്കില്ലേ? ഞാൻ എടുത്തോളാം, അത് സിമ്പിൾ ആണ്. അത് രണ്ടുപേര് പറഞ്ഞ വെറുതെ ടൈം കളയണ്ടല്ലോ, ഹംബ്ലി എടുത്തോളല്ലേ. എന്നെടുക്കും? മേഡത്തിന്റെ ക്ലാസ് അടുത്തത് എന്നാ വരിക? അന്ന് എടുത്തോളാം. നാളെയാണോ? അതാ, നാളെ വേണ്ട, അടുത്ത ദിവസം എടുക്കാം. നാളെ കൊണ്ട് ഈ യൂണിറ്റ് തീർക്കാനാണ് ഉദ്ദേശം. ഓക്കെ, കുഴപ്പമില്ല. നാളെ നോക്കാം, ഞാൻ മാക്സിമം നോക്കാം. ശരി. ആരെങ്കിലും വേറെ ആർക്കെങ്കിലും നാളെ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടോ? പിന്നെ പറഞ്ഞാലും മതി. എനിവേ നാളെ ഈ ചാപ്റ്റർ ഞാൻ തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. സോ 2 യൂണിറ്റ് തീരുമ്പോൾ 2 യൂണിറ്റിന്റെ മോക്ക് ടെസ്റ്റ് തരുന്നവർ. പിന്നെ എനിക്ക് ശില്പയോ ആരെങ്കിലും ഒന്ന് MT3-ക്കാര് നിങ്ങൾക്ക് ഇനി മോക്ക് ടെസ്റ്റ് തരാനുള്ള യൂണിറ്റ് ജസ്റ്റ് ഒന്ന് യൂണിറ്റിന്റെ നമ്പർ മാത്രം ഒന്ന് ഇട്ട് തരുവാണെങ്കിൽ നന്നായിരുന്നു. ശില്പയെ ഞാൻ ഏൽപ്പിക്കാം, കാരണം എല്ലാരും കൂടെ ഇനി മെസ്സേജ് അയക്കണ്ടല്ലോ, ഒരാളയച്ചാൽ മതി. അത് ചെയ്യാം. പിന്നെ റിലാക്സ് ചെയ്തിരുന്ന വൈവയ്ക്ക് നമ്മള് തമ്മിലൊരു ഇന്ററാക്റ്റീവ് സെഷൻ അത്രേ ഉള്ളൂ. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒന്ന് പേടിക്കാതിരിക്കുക,
ഇതിനൊക്കെ വേണ്ടിയുള്ള ചെറിയ ചെറിയ ഒരു ടിപ്സ് അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാലോ, വൈവ കഴിഞ്ഞവരോട് ചോദിച്ചു നോക്കാലോ, ആരെങ്കിലും പീഡിപ്പിച്ചോന്ന് മാനസികമായി. നല്ലതായിരുന്നു. മിസ്സിനെ ആരെയും പീഡിപ്പിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം മിസ്. അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യണ്ട. അല്ല ഇതുവരെ മിസ്സിന്റെ ഒരു ഇത് കണ്ടിട്ടാ ഞാൻ. നല്ല സ്റ്റാമിന ഉണ്ട്. 50 മണിക്കൂർ ശരിയാക്കിയതല്ലേ. പിന്നെ ഞാൻ നിങ്ങളെ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യാണ്. April 6th നമ്മുടെ ഒരു NGO, ഞങ്ങളുടെ എന്ന് പറയുന്നില്ല, നമ്മുടെ ഒരു NGO കൂട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കൂട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൂടിന്റെ ഒബ്ജക്റ്റീവ് കോൺഷ്യസ് പ്രഗ്നൻസി, മൈൻഡ്ഫുൾനെസ്, കോൺഷ്യസ് പാരന്റിങ് ആണ്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിലെ കുറെ കാര്യങ്ങൾ വരും. കോൺഷ്യസ് പാരന്റിങ് വരുന്നതിന്റെ ഒപ്പം തന്നെ കുട്ടികൾക്ക് ലൈഫ് സ്കിൽ, അപ്പൊ അതിന്റെ മോഡ്യൂൾ പ്രിപ്പറേഷന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്ന് പറയാം, അത് എന്നിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കൂട് മാത്രമല്ല വേറൊരു NGO കൂടെ അതിന്റെ ഒപ്പം ഉണ്ട്, മെറ്റമോർഫിസിസ്. മെറ്റമോർഫിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നില്ലേ, ബട്ടർഫ്ലൈയുടെ പരിണാമം പോലെ തന്നെ ഹ്യൂമൻസിലും പരിണാമം ഉണ്ടാകുന്നുണ്ട്. മെറ്റമോർഫിസിസ് സെയിം തന്നെയാണ് അത്, ആ വരുന്ന കാര്യങ്ങളും. അപ്പോ ലൈക്ക് നമ്മളുടെ മോണ്ടിസോറി മെത്തേഡ് ഉറ്റുനോക്കിയാണ് ഇതിന്റെ ബാക്കി ഇതിന്റെ പുറകിലുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നത്. കാരണം അതാണ് അവിടെ വേണ്ടതെന്ന് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ സ്വപ്നം കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ജില്ലയിലും ഉണ്ടല്ലോ എനിക്ക് കുറെ പിള്ളേരുണ്ടല്ലോ. അപ്പം അവിടെയൊക്കെ നമ്മൾ ഈ പ്രോഗ്രാമായിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് പറയാൻ കുറെ പേര് കാണുന്ന ഒരു പ്രതീക്ഷയാണ് എനിക്ക്. മിസ്സേ ഞാൻ റെഡി ഇപ്പോഴും. നമുക്ക് ഇനീഷ്യലി ഒരു വോളണ്ടറി പോലെ ആയിരിക്കും, ചെറിയൊരു പേയ്മെന്റ് ഒക്കെ നമ്മൾ വാങ്ങുള്ളൂ. കാരണം ഫ്രീ ആയിട്ടൊന്നും കൊടുക്കരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒരു പ്രഗ്നന്റ് വുമന്റെ കയ്യിൽ നിന്ന് 50 rupees അങ്ങനെ അവർക്കുള്ള ഒരു സെഷൻ കൊടുക്കുമ്പോൾ, കാരണം ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതിനൊരു വാല്യൂ ഇല്ലാണ്ടായി പോകും. നമ്മളുടെ ടൈമിന് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനും വാല്യൂ ഉണ്ട്, പിന്നെ അവർക്കും ഫീൽ ചെയ്യണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 50 rupees ആണെങ്കിലും വി ആർ ഇൻവെസ്റ്റിംഗ്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഫണ്ട് വരും. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വോളണ്ടറി ആയിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പേയ്മെന്റ് ചെറിയ രീതിയിലുള്ള പേയ്മെന്റ് ഉള്ള രീതിയിൽ. അപ്പൊ അതൊന്നും സ്ട്രക്ചറിലൊക്കെ ആവണം. പിന്നെ എന്താന്ന് വെച്ചാൽ കൂടിന്റെ വിഷൻ, കൂട് കുറെ നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്. പാലക്കാട് ഓൾറെഡി ഉണ്ട്, എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് April 6th അപ്പൊ കൂടിന്റെ വിഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ വുമൻസ് ഡേയുടെ അന്ന് ആ വിഷന്, അതായത് കൂടിന്റെ വിഷന് അവാർഡ് കിട്ടി. നമുക്ക് അവാർഡ് കിട്ടിയതുകൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് പ്രവർത്തിച്ചല്ലേ പറ്റൂ. അവാർഡ് മേടിച്ച് കൈ പിടിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. അതുമല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് നമ്മളത് ചെയ്യണം, ഇറങ്ങിയേ പറ്റൂ. അതാണ് ഒരു കാര്യം. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഓക്കെ, അപ്പം ലുദിയ എക്സാം എല്ലാം എഴുതിയായിരുന്നു? എഴുതിയായിരുന്നു. ഓക്കെ, ഇപ്പൊ എവിടെയാ? ഇപ്പോ ബാങ്കോക്ക്, തായ്ലാൻഡിലാ. സമയം എന്താ അവിടെ? ഇപ്പൊ ഇവിടെ സമയം 11 മണി. മാം ജില്ലയില്ലേ മാം, നാട് കടന്നു മാം. അതെ ഞാൻ പറഞ്ഞ വേഗം പഠിച്ചോട്ടോ, ജനുവരിയിലെ കല്യാണം എന്താ പറഞ്ഞപ്പോ തന്നെ. അതിന് മുമ്പ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തായിരുന്നു? ചെയ്തായിരുന്നു മിസ്സേ, ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ കല്യാണം കഴിഞ്ഞിങ്ങ് വന്നു. ഇത് ഇന്നൊരു ക്ലാസ്സിൽ, ഏത് ക്ലാസ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നു. അതായത് മോണ്ടിസോറി മെത്തേഡുള്ള ഒരു സ്കൂളില് ടീച്ചിങ് പ്രാക്ടീസ് അല്ല, ജോബ് എന്തോ അല്ല, ട്രെയിനിങ്ങിന് പോയി. നമ്മുടെ ഒരു ട്രെയിനിങ് ഈ ക്ലാസ്സിലുണ്ടോന്ന് എനിക്കറിയില്ല, പേര് ഞാൻ മറന്നുപോയി. അപ്പൊ ട്രെയിനിങ്ങിന് പോയപ്പോ ഭയങ്കര വർക്ക് ലോഡ്. എന്നുവെച്ചാല് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഒന്നല്ല, പക്ഷെ അവിടെ നേരെ തിരിച്ച് ഭയങ്കര വർക്ക് ലോഡ്. പക്ഷെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അവിടെ നിന്ന് മെലിഞ്ഞ് വല്ലാണ്ടായിന്ന്, മീൻസ് ഭക്ഷണം കഴിക്കാൻ പോലും സമയത്ത് പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില്. അപ്പൊ പ്ലാൻ ചെയ്ത് പ്രഗ്നന്റ് ആയിന്ന് അവിടെ നിന്ന് റിലീവ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നു, ഞാൻ പ്ലാൻ ചെയ്ത് പ്രഗ്നന്റ് ആയതാ മാം, കാരണം അവിടെ നിന്ന് എനിക്കൊന്ന് റിലീവ് ആവണം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഓരോരോ ഐഡിയ ആയി പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറയണോ, അങ്ങനെ പറയണ്ടേ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു ഇന്റലക്ച്വൽ മൂവ്. സൈക്കോളജിക്കൽ മൂവ്. അതന്നെ
വല്ലാത്തൊരു മൂവായി പോയി. അപ്പൊ അത് കാരണം അവിടെ നിന്ന് അവര് റിലീവ് ചെയ്തു, അല്ലെങ്കിൽ അവര് വിടില്ലായിരുന്നു. അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ കുറെ കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞു. നമുക്ക് നഷ്ടമില്ല. മാം, ഇന്നലെയും ഇന്നായിട്ട് ഞാൻ ആദ്യമായിട്ട് സ്കൂളിലെ എക്സാമിന് കുട്ടികളെ ഹാൻഡിൽ ചെയ്തു. ഒരു 40 കുട്ടികളെ. അപ്പം ഇന്നലെ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇച്ചിരി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒത്തിരി പാടായിരുന്നു. പ്രീ കെജിലെ കുട്ടികളാണ്. അപ്പൊ ഇന്നലെ ഇത്തിരി ഞാൻ ആകെ ടെൻസ്ഡ് ആയി. കാരണം വേറെ ഹെൽപ്പിന് ടീച്ചറും ഉണ്ടായിരുന്നില്ല. ഞാനൊരു 20-25 കുട്ടികളെ പാടാം. സിജിക്ക് പറയായിരുന്നില്ലേ ഒരു 20 കുട്ടികൾക്ക് ഒരു ടീച്ചർ? ഞാൻ പറഞ്ഞു, ഞാൻ തലേദിവസം പറഞ്ഞു ടീച്ചർ, ഞാന് ഫസ്റ്റ് ടൈം ആണ്, എനിക്ക് ഇതിന് പരിചയമില്ല, അപ്പൊ എനിക്ക് ഒരാളെ ഒന്ന് ഹെൽപ്പിന് വിടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഓൾറെഡി അവർക്ക് ടൈം ഇങ്ങനെ ഫിക്സ് ചെയ്ത കാരണം ആരും ഇല്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് അവർ ഒരു ടീച്ചർ വന്നു. അതുകൊണ്ട് എനിക്കൊരു 10 കുട്ടികളെ ഞാൻ ആൾക്കങ്ങ് കൈമാറി. എന്നിട്ട് ഞാൻ എങ്ങനെ ഫിനിഷ് ചെയ്തു. പക്ഷെ നമുക്ക് ഒരു 2 hours കയ്യിലുള്ളൂ. അതില് കഴിഞ്ഞ് കുട്ടികൾക്ക് തിരിച്ച് വീട്ടിൽ പോകണം. അത്രയും ടൈം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ഇവർക്ക് സ്നാക്സ് കൊടുക്കാനും ഒക്കേത്തിനും കൂടി ഇതിന്റെ ഇടയിൽ എനിക്ക് ആകെ ഞാൻ വീർപ്പുമുട്ടി. പക്ഷെ ഇന്ന് ഞാനത് നന്നായി ഹാൻഡിൽ ചെയ്ത് ഞാനിന്ന് 10 o'clock ആയപ്പോഴേക്കും ഫുള്ള് ഫിനിഷ് ചെയ്ത് കുട്ടികളെ സ്നാക്സിനും വിട്ടു. 11 o'clock ആയപ്പോൾ ഞാൻ എല്ലാ കുട്ടികളെ റെഡി ആക്കി. അതിന്റെ ഇടയ്ക്ക് ഹാഫ് ആൻ അവർ പാർക്കിലും കൊണ്ടുപോയി. കുട്ടികളും ഹാപ്പി, ഞാനും ഹാപ്പി. പാരന്റ്സിന് കറക്റ്റ് ടൈമിൽ കുട്ടികളെ കിട്ടുകയും ചെയ്തു. അത് കാരണം പിന്നെ എന്ത് കുഴപ്പമുണ്ടായിരുന്നു. എനിക്ക് എന്റെ ഒരു കൺസേൺ അതായിരുന്നു, നിങ്ങളൊക്കെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ. കാരണം ഇവരൊക്കെ നിങ്ങൾ മിസ്യൂസ് ചെയ്യുമോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഞാനിങ്ങനെ ഇത് ആലോചിക്കുമായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടിക്കോ നിങ്ങൾക്ക്. കാരണം കുറെ പേർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ചിലർ എൻജോയ് ചെയ്തു, ചിലർ വല്ലാതെ വിഷമിച്ചു. കണ്ടിന്യൂസ് ഒരു ഫുൾ ഡേ ഒക്കെ. ഗവൺമെന്റ് സ്കൂളിലാണ് മിസ്സേ പോയത്. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് എന്നെ കണ്ടിട്ട് അവരുടെ പോർഷൻസ് കൂടെ എന്റെ തലയിൽ അയപ്പിച്ചത്. പിള്ളേരെ പോർഷൻസ് മുഴുവൻ പഠിപ്പിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചർമാരൊക്കെ നമ്മളെ കണ്ടത്, നിങ്ങളെ കണ്ടത് ലീവ് ഒക്കെ എടുത്ത് പോയി എന്നൊക്കെയാണ് ഞാൻ പലയിടത്തുനിന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട്. അത് ശരിയാണ്. എനിക്കും കിട്ടിയിരുന്നു കുറെ പോർഷൻസ്. എന്റെ ട്രെയിനിങ്ങിന്റെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ ഫാഷൻ ഷോയുടെ ഇൻചാർജ് എന്നിട്ട് ഒരു 1 week 1.5 week നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോ LKG പോർഷൻ തീർന്നിട്ടില്ല. അപ്പം ഒരു ക്ലാസ്സിലെ മിസ് പറഞ്ഞു, കുഴപ്പമില്ല ടീച്ചർ, ഇത്രയും ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തല്ലേ, ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. ഒരു ടീച്ചർ എന്ത് സമയം, അയ്യോ ടീച്ചർ പോയി കഴിഞ്ഞാൽ അപ്പൊ ആ പോർഷൻ എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ ഈ മൺഡേ പോയിട്ട് അവരുടെ കമ്പ്യൂട്ടർ ക്ലാസ് ക്യാൻസൽ ചെയ്യിച്ചിട്ട് ഞാൻ ആ പോർഷൻസ് കംപ്ലീറ്റ് തീർത്ത് ആ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ഞാൻ എല്ലാം തീർത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നത്. ആ ടീച്ചർ എന്ത് ചെയ്താൽ സമ്മതിക്കണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ വരണല്ലോ, നമ്മൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇവര് റിപ്പോർട്ട് ചെയ്ത് അതനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ പോയി എല്ലാം തീർത്തു കൊടുത്തു. അതാണ് അങ്ങനെ പോയ പലർക്കും ബുദ്ധിമുട്ടായോ എന്നൊക്കെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതെ, നമ്മള് ഈ പിക്ചർ കാർഡ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ കുട്ടികൾക്ക് ഈ ചില്ലക്ഷരങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തുടങ്ങുന്ന വേർഡ്സ് ഇല്ലേ, തുടങ്ങുന്ന വേർഡ്സ് പിക്ചർ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരെ പഠിപ്പിക്കുമല്ലോ. ഓഡിയോ ഞാൻ കേൾക്കാത്തതാണോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല മാം. കേൾക്കുന്നുണ്ടോ? പിക്ചർ കാർഡ്സിന്റെ കാര്യം എന്തോ പറയുവാന്ന് എനിക്ക് മനസ്സിലായി. പിന്നൊന്നും ക്ലിയർ ആയില്ല. എം തുടങ്ങുന്നതോ? ആരെങ്കിലും കേട്ടോ? അവിടെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് തോന്നുന്നു. ചിലയിടത്തൊക്കെ മഴ പെയ്യുന്നുണ്ട്. കേട്ടില്ലല്ലോ എന്താ പറഞ്ഞേന്ന്. പിക്ചർ കാർഡിന്റെ മാമിന് പിക്ചർ കാർഡിന്റെ കാര്യമാണ് ലക്ഷ്മി ഇപ്പൊ പറഞ്ഞു. പിക്ചർ കാർഡിന്റെ കാര്യം ചില്ലക്ഷരങ്ങൾ അത് പഠിപ്പിക്കാൻ വേണ്ടിട്ടേ എന്ന് തുടങ്ങുന്ന വേർഡ്, അപ്പൊ മാൻ, മീൻ അങ്ങനെയൊക്കെ വരുമല്ലോ, അങ്ങനെ പിക്ചേഴ്സ് ചെയ്തിരുന്നു.
അപ്പൊ അതിൽ നമ്മൾ പേര് എഴുതിയിട്ടില്ല. അതിന്റെ ഇപ്പൊ നമ്മളൊന്നും പേര് കൊടുത്തിട്ടില്ല. അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എന്ന് പറയുമ്പോ ഏതാണ് കാർ എന്ന് പറയുമ്പോ എറർ വരുമല്ലോ. അപ്പൊ ആ പിക്ചർ കാർഡ് തന്നെ നമുക്ക് ഇപ്പൊ മിസ് പറഞ്ഞ കാർഡിന് വെക്കാൻ പറ്റുമോ? അതിൽ പേര് മതിയോ? അതിൽ വെച്ചിട്ടില്ല, പേര് വെച്ചിട്ടില്ല. നമ്മൾ ഒരു പേപ്പറിൽ കട്ട് ചെയ്തു, ആ വെച്ചു, പിന്നെ കാന്ന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ വേറെ വെച്ചു. അപ്പൊ കാർ എന്ന് പറയുമ്പോ ഈ കാന്നുള്ളതും എറും കൂടി ഒരുമിച്ച് വെച്ച് കാറിന്റെ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പിക്ചറും ഒന്നും ചെയ്തിട്ടില്ല. മിസ് എഴുതിയ പിക്ചറിന് കൗന്ന്, അപ്പൊ കൗന്ന് ഉള്ളത് അതുപോലെ പേര് എഴുതി ഒട്ടിക്കണോന്ന് അറിയാനായിരുന്നു. ഇപ്പൊ തൽക്കാലം അതിലൊന്നും ചെയ്യണ്ട, കാരണം ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗവും കൂടിയാണല്ലോ കുട്ടികൾക്ക്. അത് മാറ്റണ്ട, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ നമുക്ക് ലെറ്റർ ഇപ്പം ഞാൻ ചെയ്തില്ലേ ഈ കാർഡ് എഴുതിയ പോലെ, ഇപ്പൊ അതിന് കാർഡ് ഇംഗ്ലീഷിൽ വേർഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയോ മാം? അതിന്റെ മുകളിൽ എഴുതിയേക്കുന്നില്ലേ? അതിന് പകരം നമ്മൾ കാർഡിൽ ഇംഗ്ലീഷിൽ CAR എന്നോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് സെപ്പറേറ്റ് CAR അങ്ങനെ ആ വേർഡ് സെറ്റ് ചെയ്താൽ മതിയോ? അപ്പൊ മലയാളത്തിന്റെ അതിനെന്ത് ചെയ്യും? മലയാളത്തിന് സെപ്പറേറ്റ് വേർഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നുള്ള പിക്ചർ കാണുമ്പോ കുട്ടികള് മലയാളത്തില് ആ ലെറ്റേഴ്സ് എടുത്ത് വെക്കും, അതല്ലേ? അപ്പൊ അവര് നമ്മൾ പഠിപ്പിക്കുന്നത് കാർ അങ്ങനെയാ പഠിക്കുന്നത്. L മയിൽ, കുയിൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കുമല്ലോ. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ അപ്പൊ പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതില് മിസ്സിന്റെ ഇന്നോവേറ്റീവ് ഐഡിയ തന്നെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പിക്ചർ കാർഡ് കാണിച്ചില്ലേ, അതില് പേര് കണ്ടു ഞാൻ വായിക്കാൻ. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനാണെങ്കിൽ പിക്ചറിൽ പേര് ഒട്ടിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഞാൻ ഇതില് പിക്ചറിൽ ഒട്ടിക്കേണ്ടി വരുന്ന ചോദിച്ചത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ദെൻ വേറെ ഒന്നുമില്ലല്ലോ. Thank you, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Bye bye. Thank you, ma'am. Good night. Thank you, ma'am. Good night. Bye. Good night. Bye. Sure, see you tomorrow. Thank you, ma'am. Bye. ടീച്ചറെ, പിന്നൊരു കാര്യം, എനിക്ക് PG ക്ലാസ് അങ്ങനെ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല. ഏതിന്റെയാണ്? PG ക്ലാസിന്റെ. ഞാൻ ഇതിന് മുമ്പ് ഒരു മാസം മുമ്പ് കയറിയതാ, പിന്നെ എനിക്ക് ഇതുവരെ ഒന്നും വന്നായിരുന്നില്ല. ഇന്നലെയാണ് വന്നിട്ടില്ല. ഇന്നലെയാണ് പിന്നെ വെള്ളിയും ശനിയും ക്ലാസ് ഉണ്ടെന്നൊരു മെസ്സേജ് കണ്ടത്. അതെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കുമല്ലേ? ഞാൻ പറയാം, എനിക്ക് കറക്റ്റ് പേര് തന്നിട്ടുണ്ടോ? എനിക്ക് കറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന പേരൊന്ന് ഇട്ട് തരാമോ? തന്നിട്ടോ എനിക്ക്? ലക്ഷ്മിക്കുട്ടി തന്നെയാണ്. ആണോ? പറഞ്ഞോളാം. MT4 അല്ലേ? മഴയുണ്ടോ അവിടെ? മഴയില്ല, വൈകിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാറ്റ് വന്നപ്പോ ഞാൻ വിചാരിച്ചു പെയ്യുന്നു. പക്ഷെ 2 ദിവസം നല്ല മഴ പെയ്തു. അതെയോ? ഇവിടെ നല്ല മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു മാമിന്റെ ക്ലാസ് മിസ്സാകുമോന്ന്. 8:15 വരെ നല്ല മഴയായിരുന്നു. ആരുടെയൊക്കെ മെസ്സേജ് ഇടിവെട്ടുണ്ടായിരുന്നു. ഒരു 7 മണി തൊട്ട് തുടങ്ങി മഴ. എക്സാം ടൈമിലും ഒക്കെ ഇതുപോലെ ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു. എക്സാമിനൊക്കെ എങ്ങനെയായിരുന്നു? കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സാമിന്. 30 മിനിറ്റ്സ് അല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മാമിന് സുഖല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ക്ലാസ് പിന്നെ വൈവയ്ക്ക് ഈ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കില്ല. 2 മണിക്ക് ഇരുന്നിട്ട് 4 മണിക്ക് എവിടെ അയ്യോ, ഭയങ്കര കഷ്ടാണ്. തീർക്കണ്ടേ? ഓക്കെ മാം, ഫുഡൊക്കെ കഴിച്ച് നേരത്തെ കിടന്നോളൂ. ബൈ. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം.